നമസ്തേ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യ ദിവസം കൂടിയാണ്. നമ്മൾ വീണ്ടും രാമജന്മഭൂമിയിലേക്ക് പോവുകയാണ്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ് വീണ്ടും. വളരെ വിശദമായി തന്നെ എല്ലാ വാർത്തകളിലേക്കും വരാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വീണ്ടും പ്രാണപ്രതിഷ്ഠയ്ക്കൊരുങ്ങി രാമജന്മഭൂമി. രാം ദർബാറിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കം. ചടങ്ങുകൾ 3 ദിവസം. യോഗി ആദിത്യനാഥ് നേതൃത്വം നൽകും. ഷാഹിദ് അഫ്രീദി പങ്കെടുത്ത ദേശവിരുദ്ധ പരിപാടിയിൽ കുസാറ്റ് അലുമിനി അസോസിയേഷന്റെ വാദം പൊളിയുന്നു. ദുബായിലെ പരിപാടിയിൽ പങ്കെടുത്തത് ക്ഷണിച്ചിട്ടെന്ന അഫ്രീദി. പാക് മുൻ ക്രിക്കറ്ററുടെ പ്രതികരണം ഖലീജ് ടൈംസിൽ. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് കേരളം സുരക്ഷിത താവളം. കേന്ദ്ര സർക്കാർ പരിശോധന ശക്തമാക്കിയിട്ടും തിരിച്ചയക്കുന്നവരിൽ കേരളത്തിലെ നുഴഞ്ഞുകയറ്റക്കാരില്ല. എറണാകുളം റൂറൽ മേഖലയിൽ പോലീസ് നടത്തിയ ഓപ്പറേഷൻ ക്ലീൻ പരിശോധന പാതി വഴിയിൽ നിലച്ചു. അമേരിക്കയിൽ യഹൂദർക്കെതിരെ നടന്ന ആക്രമണം ആസൂത്രിതമെന്ന് FBI. പ്രകടനക്കാർക്കെതിരെ അക്രമി എറിഞ്ഞത് 2 പെട്രോൾ ബോംബുകൾ. ഉപയോഗിക്കാത്ത 16 സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയെന്നും FBI. സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ യോഗം. സർക്കാരിന്റെ 1ാം വാർഷികം ചർച്ചയാകും. പഠനത്തിന് കുട്ടികളില്ലാത്തതിനാൽ കോഴിക്കോട് സർക്കാർ സ്കൂൾ പൂട്ടി. അടച്ചത് പേരാമ്പ്ര ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂൾ. വിദ്യാലയത്തിന് താഴെ വീണത് 3 കുട്ടികൾ കൂടി TC വാങ്ങിപ്പോയതോടെ. കൊല്ലം പള്ളിമണ്ണിൽ പൊട്ടിപ്പൊളിഞ്ഞ സ്കൂളിന് ഫിറ്റ്നസ് നൽകിയതായി പരാതി. നെൽകർഷകരോട് അവഗണന തുടർന്ന് സംസ്ഥാന സർക്കാർ. കേന്ദ്രം നൽകുന്ന താങ്ങുവില കർഷകർക്ക് നൽകുന്നില്ല. കേന്ദ്രം വർദ്ധിപ്പിച്ച 5 രൂപ പ്രൊഡക്ഷൻ ഇൻസെന്റീവിൽ കുറച്ചു. IPL കലാശ പോരാട്ടം ഇന്ന്. ബാംഗ്ലൂർ പഞ്ചാബിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ അഹമ്മദാബാദിൽ. പോകേണ്ടത് വിശദാംശങ്ങളിലേക്കാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇന്ന് നമ്മൾ ചില പുണ്യ കാഴ്ചകൾക്കൊക്കെ വേദിയാകും, കാഴ്ചക്കാരാകും. രാമജന്മഭൂമിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കാരണം നമുക്കറിയാം, അന്ന് രാംലല്ല പ്രതിഷ്ഠ നടന്നു. പക്ഷെ ആ പ്രതിഷ്ഠ നടക്കുമ്പോൾ പോലും വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇതിൻ്റെ ക്ഷേത്രത്തിന് പൂർത്തീകരണം സംഭവിച്ചത് എന്ന കാര്യം അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നപ്പോൾ വീണ്ടും ചടങ്ങുകളിലേക്കൊക്കെ പോവുകയാണ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് വീണ്ടും നമ്മൾ മറ്റൊരു പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ്. രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ 1ാം നിലയിലെ രാം ദർബാറിലെ പ്രതിഷ്ഠാ ചടങ്ങുകളാണ് ഇന്ന് ആരംഭിക്കുന്നത്. 5-ാം തീയതി വരെ ചടങ്ങുകൾ നടക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലാകും രാം ദർബാർ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. നമുക്ക് വിവരങ്ങൾ നൽകുന്നത് നന്ദഗോപനാണ്. നന്ദൻ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് രാമജന്മഭൂമിയിൽ. എന്താണ് വിവരങ്ങൾ? എങ്ങനെയാണ് ചടങ്ങുകൾ? വീണ, അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ്. പ്രാണപ്രതിഷ്ഠയുടെ 2ാം ഘട്ടം. അതായത് ഈ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ 2ാം നിലയിലെ പ്രാണപ്രതിഷ്ഠയാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന ചടങ്ങ്. ഇന്നു മുതൽ 3 ദിവസത്തേക്കുമാണ് ഈ ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നും നാളെയും മറ്റന്നാളുമായാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ്, ഈ 2ാമത്തെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുക. രാമ ദർബാർ അല്ലെങ്കിൽ രാം ദർബാർ ആണ് ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് നടക്കുന്നത്. അതായത്
അതായത് രണ്ടാം നിലയെ രാം ദർബാർ എന്നാണ് അറിയപ്പെടുക. അവിടെ ശ്രീരാമ, സീത, ആഞ്ജനേയ ഒപ്പം ലക്ഷ്മണ ഇവരെ ഇങ്ങനെ ഇത്രയും പേരോടുള്ള പ്രതിഷ്ഠയായിരിക്കും നടക്കുക. 3 ദിവസമായിട്ടുള്ള ചടങ്ങുകളായിരിക്കും ഈ മുഖ്യ കർമ്മിയുടെ നേതൃത്വത്തിൽ നടക്കുക. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് പ്രധാനമായും ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തുക. ഇതിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട താഴികക്കുട പ്രതിഷ്ഠ നടന്നിരുന്നു. സ്വർണ്ണ താഴികക്കുടമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാം ക്ഷേത്ര ട്രസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ആ താഴികക്കുടത്തിന് തന്നെ വലിയ ഐതിഹ്യവും പ്രത്യേകതയും ഉള്ളതാണ് എന്നുള്ളതാണ് രാം മന്ദിർ ട്രസ്റ്റ് വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്, രണ്ടാമത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിനോട് മുന്നോടിയായി ചില ചടങ്ങുകളുണ്ടായിരുന്നു, ചില പൂജാതി കർമ്മങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നിർവഹിച്ചു. അതിനുശേഷമാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക്, രണ്ടാമത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കിടക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ താഴെ ശ്രീരാമൻ്റെ രാംലല്ല പ്രതിഷ്ഠ നടത്തിയിരുന്നു. ബാലകരാമ സ്വരൂപം അയോധ്യയിലെ ക്ഷേത്രത്തിലെ താഴത്തെ നിലയിൽ പ്രതിഷ്ഠിച്ചിരുന്നു. ഇന്നിപ്പോൾ ഒന്നാമത്തെ നിലയിലെ പ്രതിഷ്ഠ, രാം ദർബാർ എന്നറിയപ്പെടുന്ന ഒന്നാമത്തെ നിലയിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് ശ്രീരാമൻ്റെയും അതേപോലെ തന്നെ സീതാസമേതനായിരിക്കുന്ന ശ്രീരാമൻ എന്നുള്ള സങ്കല്പമാണ്. ഒപ്പം തന്നെ ഹനുമാൻ സ്വാമിയും ഒപ്പം ലക്ഷ്മണ സ്വാമിയും ഇരിക്കുന്ന അത്തരമൊരു പ്രതിഷ്ഠാ സങ്കല്പത്തിലാണ് ഒന്നാം നിലയിലെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിക്കുക. ഇതോടുകൂടി ഈ 3 ദിവസത്തെ ചടങ്ങിന് ശേഷം ഭക്തർക്ക് ദർശനത്തിനായി ഒന്നാം നിലയും തുറന്നു കൊടുക്കും. 3 ഘട്ടങ്ങളിലായാണ് ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിൽ ഒന്നാം ഘട്ടമായിരുന്നു പ്രധാന ശ്രീകോവിലിൻ്റെ ഉദ്ഘാടനവും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങും നടന്നത്. രണ്ടാമത്തെ ഘട്ടമാണിപ്പോൾ ഈ 3 ദിവസമായി നടക്കുന്നത്. അതായത് രണ്ടാമത്തെ പ്രാണപ്രതിഷ്ഠ രാം ദർബാറിൽ ഈ സീതാസമേതനായിരിക്കുന്ന ശ്രീരാമസ്വാമിയെ പ്രതിഷ്ഠിക്കും. ഇനി 3-ാം ഘട്ടം ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനമായിരിക്കും. അത് 1 വർഷം കൂടി എടുത്തായിരിക്കും അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഈ രാം മന്ദിർ ട്രസ്റ്റ് വ്യക്തമാക്കുന്നത്. ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ, ഈ രണ്ടാമത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശ്രീരാമ ഭക്തർ അയോധ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ മേഖലയിൽ കർശനമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള പ്രമുഖർ ഈ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഭാഗമാകും. നേരത്തെ ബാലകരാമ സ്വരൂപം പ്രതിഷ്ഠിച്ച അതേ തന്ത്രി തന്നെയാണ് മുകളിൽ ഈ രാം ദർബാറിൽ സീതാസമേതനായിരിക്കുന്ന ശ്രീരാമ സ്വരൂപം പ്രതിഷ്ഠിക്കുന്നത്. വലിയ ഭക്തജന തിരക്ക് അയോധ്യയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 3 ദിവസം വലിയ ഭക്തജന തിരക്കാണ് അയോധ്യയിലുള്ളത്. ഇതിനോടകം തന്നെ VIP അടക്കമുള്ളത് ഈ 3 ദിവസത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാണപ്രതിഷ്ഠയ്ക്കും വലിയ ഭക്തജന തിരക്ക്, പ്രധാനമന്ത്രി അടക്കം പോയ വലിയ ആഘോഷപൂർവ്വം നടന്ന പ്രാണപ്രതിഷ്ഠയായിരുന്നു ആദ്യത്തേത്. താഴെ രാംലല്ലയുടെ ബാലകരാമ സ്വരൂപം പ്രതിഷ്ഠിച്ചത്. ഇപ്പോൾ യോഗി ആദിത്യനാഥ് അടക്കമുള്ള പ്രമുഖരും ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ, രണ്ടാമത്തെ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമാകാൻ എത്തുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാമഭക്തരും അയോധ്യയിലേക്ക് ഒഴുകിയെത്തുകയാണ്. വീണ നന്ദൻ, അതേസമയം ഈ കഴിഞ്ഞ ദിവസം താഴികക്കുടം സ്ഥാപിക്കലൊക്കെ അടക്കമുള്ള സുപ്രധാന ചടങ്ങുകളൊക്കെ നടന്നിരുന്നു. അതിലുമൊക്കെയും വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു ജനങ്ങളുടെ. ഒപ്പം ഇനി ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് മറ്റ് ചടങ്ങുകൾ, അത് ഈ 5-ാം തീയതി പൂർത്തിയാകുന്ന ചടങ്ങുകൾക്ക് ശേഷം പിന്നീട് അടുത്ത ഘട്ടം എപ്പോഴാകുമെന്നൊക്കെയും അറിയിച്ചിട്ടുണ്ടോ? ഈ ദിവസങ്ങളിലൊക്കെയും വലിയ ഒഴുക്ക് അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു താനും. വീണ, ഈ രാം ദർബാറിലെ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ പ്രത്യേക പൂജകൾ അയോധ്യ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ, അയോധ്യ രാമക്ഷേത്രത്തിൽ ആരംഭിച്ചിരുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ചയും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഒന്നാമത്തെ രാംലല്ലയുടെ പ്രതിഷ്ഠ പോലെ തന്നെ വളരെ പ്രധാനമാണ് സീതാസമേതനായിരിക്കുന്ന ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠ എന്നുള്ളതും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമാകുക എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന പുണ്യമാണ്. നമ്മൾ നേരത്തെ കുംഭമേളയിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അപൂർവ അവസരമാണ് ഈ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമാകുക എന്നുള്ളത്. ആദ്യത്തെ രാംലല്ല പ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി അടക്കം അന്ന് എത്തുന്നതിനാൽ തന്നെ വലിയ നിയന്ത്രണങ്ങളായിരുന്നു. രാജ്യത്തെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരുന്നു അവിടെ ക്ഷണമുണ്ടായിരുന്നത്. സന്യാസി ശ്രേഷ്ഠന്മാർ, അതേപോലെ തന്നെ വിവിധ മേഖലയിൽപ്പെട്ട ആൾക്കാർക്ക് പ്രത്യേകം അവരെ ഈ ശ്രീരാമ ക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ച് അവരെ ആ ചടങ്ങിൻ്റെ ഭാഗമാക്കുകയായിരുന്നു. എന്നാൽ ഈ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രാണപ്രതിഷ്ഠയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ സാധാരണക്കാർ
ഭക്തർക്ക്, സാധാരണക്കാരായ മുഴുവൻ ഭക്തർക്കും അവിടെ പങ്കാളിത്തമുണ്ട്, അല്ലെങ്കിൽ അവിടെ പങ്കാളികളാകാൻ സാധിക്കുമെന്നുള്ളതിനാൽ തന്നെ വലിയ ഭക്തജന പങ്കാളിത്തം അയോധ്യയിൽ ഈ രണ്ടാമത്തെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങിനുണ്ട് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നടക്കുന്ന ചടങ്ങുകൾക്കും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ VIP ദർശനമടക്കം ക്യാൻസൽ ചെയ്തിരുന്നു. ഇന്നലെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ സ്വർണ്ണ താഴികക്കുടം പ്രതിഷ്ഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് നടന്നത്. അതും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ആചാര്യന്മാർ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുകയുണ്ടായി. അത് കാണുവാൻ വേണ്ടി അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ പുറത്തു വന്നു. നല്ല സ്വർണ്ണ ശോഭയിലിരിക്കുന്ന ക്ഷേത്രത്തിന് വളരെ അലങ്കാരം നൽകുന്ന രീതിയിലുള്ള ഒരു താഴികക്കുടം ആയിരുന്നു പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ എൻ്റെ മൂന്നാം ഘട്ടം എന്നുള്ളത് ക്ഷേത്ര സമുച്ചയമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ ക്യൂ കോംപ്ലക്സ് അടക്കമുള്ള മറ്റ് അനുബന്ധ സമുച്ചയങ്ങൾ ഇനി സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏതാണ്ട് ഒരു വർഷക്കാലം കൂടി എടുത്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഈ മൂന്നാമത്തെ ഘട്ടം ഉദ്ഘാടനം. അങ്ങനെ ഈ 3 ഘട്ടങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അയോധ്യ ക്ഷേത്ര സമുച്ചയം അത് ലോകത്തിന് തന്നെ മാതൃകയായി, അല്ലെങ്കിൽ ഭാരതത്തിന് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ പ്രശംസ പിടിച്ചു പറ്റാൻ, അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന രീതിയിലുള്ള വലിയൊരു ക്ഷേത്ര സമുച്ചയം എന്നുള്ള രീതിയിൽ തിരുപ്പതി പോലെയും അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു ക്ഷേത്ര സമുച്ചയം എന്ന നിലയിൽ നമുക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്നതും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾക്ക് അത് എത്ര ഭക്തർ എത്തിയാലും അവിടേക്ക് അവർക്ക് എല്ലാവർക്കും ദർശനം നൽകാൻ കഴിയുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതിന് പ്രാപ്തമാകുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ഈ മൂന്നാം ഘട്ടത്തിൻ്റെ ഭാഗമായി ആയിരിക്കും നടക്കുക. അങ്ങനെ 3 ഘട്ടമായി നടക്കുമ്പോൾ ഈ ക്ഷേത്ര സമുച്ചയം, അയോധ്യ ക്ഷേത്ര സമുച്ചയം എന്നുള്ളത് പരിപൂർണമാകും എന്നുള്ളതാണ് ഈ രാമക്ഷേത്ര ട്രസ്റ്റ് അവരുടെ ഒരു സങ്കല്പം. ഓക്കെ, ശരി നന്ദൻ. ഏതായാലും ചടങ്ങുകൾക്കൊക്കെയായി കാത്തിരിക്കാൻ വീണ്ടും ഒരു പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ് രാമജന്മഭൂമി. നമുക്കിനി നിലമ്പൂരിലേക്ക് പോകാം. അംഗം നടക്കുകയാണ്, ഉപതെരഞ്ഞെടുപ്പ് അംഗം. തെരഞ്ഞെടുപ്പ് ചൂടിൽ നിലമ്പൂർ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. 19 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാന നേതാക്കളെ ഉൾപ്പെടെ കളത്തിലിറക്കിയാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. ശിവദാസ് കന്മനം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശിവദാസ്, കഴിഞ്ഞ ദിവസം BJP നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരുന്നത് പോലെ ഇത് BJPയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള മത്സരമാണ് എന്ന തരത്തിലൊക്കെ. ഏതായാലും മത്സരം കടുത്തതാണ്, ചൂടേറിയതാണ്. അൻവർ അടക്കം പത്രിക സമർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും തിരഞ്ഞെടുപ്പ് കളം എന്ന കാര്യം സത്യത്തിൽ അവിടുത്തെ വോട്ടർമാർക്ക് പോലും ഒരു വ്യക്തത ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും പ്രചാരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ശിവദാസ്? കാരണം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളം ഒന്നാകെ നോക്കിയിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. അത് ഒട്ടേറെ സന്ദേശങ്ങൾ നൽകുന്ന ഒരു ഫലമായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് എല്ലാവരുടെയും പ്രചാരണം? വീണ, നിലമ്പൂരിൽ ഇപ്പോൾ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നലെയായിരുന്നു. 19 നാമനിർദ്ദേശ പത്രികകളാണ് ആകെ ലഭിച്ചിട്ടുള്ളത്. ഇന്ന് സൂക്ഷ്മ പരിശോധന നടക്കും. ഈ ജൂൺ 5-നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. എന്തായാലും കടുത്ത ഒരു പോരാട്ടത്തിലേക്ക് തന്നെയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം കടക്കുന്നത്. കാരണം പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. NDAയും അതോടൊപ്പം തന്നെ UDFും LDFും അതിൻ്റെ കൂടെ PV അൻവറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ കടുത്ത ഒരു മത്സരത്തിലേക്കാണ് നിലമ്പൂർ നിയമസഭ കടന്നിരിക്കുന്നത്. കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് നിലമ്പൂരിൽ ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള കുറേ വിഷയങ്ങൾ നിലമ്പൂരിൽ ഉണ്ടായിരുന്നു. PV അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന ചില വിവാദ വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ കളം മാറലും വാക്കുമാറലും എല്ലാം തന്നെ വലിയ ഒരു ചർച്ച തന്നെയായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. അതുകൊണ്ട് നിലമ്പൂരിലെ ഈ ഒരു തിരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾക്ക് കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് എത്രത്തോളം ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന കാര്യമെല്ലാം തന്നെയാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 2 തവണയായി LDFിൻ്റെ സാരഥിയായി PV അൻവറായിരുന്നു ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത്. 2016-ൽ PV അൻവർ മത്സരിച്ചു. അന്ന്
PV അൻവർ വിജയിച്ചു. അതിനുശേഷം കാര്യമായ ഒരു വികസന പ്രവർത്തനവും ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. 2021 വീണ്ടും PV അൻവർ 2700 വോട്ടുകൾക്ക് അന്ന് UDFിലെ സ്ഥാനാർത്ഥിയായിരുന്ന VV പ്രകാശിനെ പരാജയപ്പെടുത്തി. അങ്ങനെ വീണ്ടും PV അൻവർ വീണ്ടും ഈ മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്ത് MLA ആയെങ്കിലും ഈ നിലവിൽ ഇവിടെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും തന്നെ ഒരു പരിഹാരവും കണ്ടെത്തിയിട്ടില്ല. അതായത് അതിന് തൊട്ട് മുൻപുള്ള വർഷങ്ങളിലെല്ലാം തന്നെ UDFിൻ്റെ സാരഥിയായിരുന്നു ഇവിടെ നിയമസഭാ സാമാജികനായി ഉണ്ടായിരുന്നത്. കൃത്യമായ ഒരു വികസന പ്രവർത്തനവും ഇല്ലാതായതോടെയാണ് പിന്നീട് അവർ ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത്. പക്ഷേ അതും പാളുകയായിരുന്നു. ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും കണ്ടെത്താൻ ഈ നിയമസഭാ സാമാജികർക്കൊന്നും തന്നെ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രതീക്ഷ അറ്റ ചിന്തയിലാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകം തന്നെയാണ്. കാരണം LDFിനെയും UDFിനെയും വിജയിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നിലമ്പൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് കൂടുതൽ മലയോര ജനത തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. സാധാരണക്കാരായ നിരവധി ആളുകളാണ് ഈ മേഖലയിലെല്ലാം തന്നെ താമസിക്കുന്നത്. കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ ഈ വനപ്രദേശത്തോട് കൂടി ചേർന്ന് കിടക്കുന്ന നിരവധി ആളുകൾ ഉണ്ട്. വനവാസികൾ കൂടുതലായുള്ള ഒരു മേഖല കൂടിയാണ്. വന്യജീവി ശല്യം അതിരൂക്ഷമായ ഒരു മേഖല കൂടിയാണ്. ഈ എല്ലാ സമയത്തും മിക്ക സമയങ്ങളിലും ഇത്തരത്തിൽ കാട്ടാനയുടെ ശല്യം കൂടുതൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുടെ ജീവൻ ആ രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കടുവയുടെ ശല്യവും പുലി മറ്റ് വന്യജീവ മൃഗങ്ങളുടെ എല്ലാം തന്നെ ശല്യം രൂക്ഷമായ ഒരു മേഖലയാണ്. ഇക്കാലം അത്രയും അവർ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും നിവേദനങ്ങളും എല്ലാം തന്നെ ബന്ധപ്പെട്ട ആളുകൾക്ക് എല്ലാം തന്നെ നൽകിയെങ്കിലും ഇതുവരെ അതിനൊന്നും തന്നെ പരിഹാരം ഉണ്ടായിട്ടില്ല. അതിലുള്ള വലിയൊരു രോഷം ജനങ്ങൾക്കുണ്ട്. അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ വീറുറ്റ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. NDAയുടെ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് മത്സരിക്കുന്നത്. മലയോര മേഖലയിൽ ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. മാർത്തോമ സഭയുടെ വിവിധ ചുമതലകളിൽ ഉണ്ടായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പരിഹാരം കണ്ടെത്താൻ NDA സ്ഥാനാർത്ഥിക്ക് കഴിയും എന്നൊരു പ്രതീക്ഷ നിലവിൽ ജനങ്ങൾക്ക് ഉണ്ട്. കാരണം അത്തരത്തിലുള്ള മേഖലയിൽ കൂടുതലായി പ്രവർത്തിച്ച് പരിചയം ഉള്ള ഒരു വ്യക്തി കൂടിയാണ് NDAയുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങളിലും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ പ്രശ്നങ്ങളിലും എല്ലാം തന്നെ സജീവമായി ഇടപെട്ടിരുന്ന ഒരു വ്യക്തി NDA സ്ഥാനാർത്ഥി കൂടി ആയി വന്നിട്ടുണ്ട്. എന്തായാലും പ്രചാരണം ഇപ്പോൾ സജീവമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. PV അൻവർ ഉയർത്തിവിട്ട ഈ പ്രശ്നങ്ങൾ തന്നെയാണ് നിലവിൽ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം കൂടുതൽ ചർച്ച ചെയ്യുന്നത്. LDFിൽ നിന്നും വിട്ടുപോകുന്ന PV അൻവർ പിന്നീട് UDF പ്രവേശനത്തിന് വേണ്ടി പല വാതിലുകളും മുട്ടിയെങ്കിലും വാതിലുകളൊന്നും തന്നെ തുറന്നില്ല. ഏറ്റവും ഒടുവിൽ VD സതീശനും ഇന്നലെയും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. PV അൻവറിന് മുന്നിലുള്ള വാതിൽ അടച്ചതാണ് എന്ന് പറയുന്നു. പക്ഷേ മറ്റു പല നേതാക്കളും രഹസ്യമായി പോലും PV അൻവറിനെ പോയി കാണുന്നുണ്ട്. UDFിലെ നേതാക്കൾ തന്നെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള K സുധാകരൻ അടക്കമുള്ള നേതാക്കൾ PV അൻവറിനെ രഹസ്യമായി പോയി കാണുന്നുണ്ട്. അങ്ങനെ വലിയൊരു ഭിന്നത UDFിനുള്ളിൽ ഉണ്ട്. സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് LDFിനും ഉള്ളത്. 8 തദ്ദേശ സ്ഥാപനങ്ങളാണ് ഉള്ളത്. നിലമ്പൂർ നഗരസഭയും മറ്റ് 7 പഞ്ചായത്തുകളുമാണ് ഉള്ളത്. അതിൽ 5 പഞ്ചായത്ത് UDF ഭരിക്കുന്നു, 3 പഞ്ചായത്ത് LDF ഭരിക്കുന്നു. 4 ആയിരുന്നു. പക്ഷേ പിന്നീട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഒരു പഞ്ചായത്ത് LDFിന് നഷ്ടപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലമ്പൂരിൽ നിലനിൽക്കുന്നത്. ഇനി വെറും 16 ദിവസങ്ങൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. ജൂൺ 19-നാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക. ജൂൺ 23-ന് ഫലം വരും. ഈ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. അതുകൊണ്ട് തന്നെ കടുത്ത ഒരു പ്രചാരണത്തിലാണ് എല്ലാ പ്രധാനപ്പെട്ട മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി ജൂൺ 5-നാണ്. എന്തായാലും കടുത്ത ഒരു പോരാട്ടത്തിലേക്ക് കഴിഞ്ഞ 2 ദിവസമായി മഴ മാറി നിന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ മഴ പെയ്യുന്നുണ്ട്. ഇന്ന് കാലാവസ്ഥ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയില്ല. പ്രചാരണത്തിൽ ബാധിക്കുന്ന തരത്തിലായിരിക്കുമോ എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയില്ല. രാവിലെ മുതൽ തന്നെ നിലമ്പൂരിൽ മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിൽ ഇന്ന് നിലവിൽ ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാണ്. എന്തായാലും നിലമ്പൂരിൽ കടുത്ത ഒരു പോരാട്ടത്തിന് തന്നെയാണ് കളം ഒരുങ്ങിയിരിക്കുന്നത് വീണ. ഓക്കെ, ശരി ശിവദാസ്. കടുത്ത വേനലായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ എല്ലാ കാലാവസ്ഥയും നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ കടുത്ത വേനലാണ് കഴിഞ്ഞു പോയത്. ഈ വേനലിൽ
നമ്മുടെ പല ജലാശയങ്ങളും വറ്റി വരണ്ടു പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിടം ഈ ഇടുക്കി ഹൈ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതെല്ലാം വറ്റി വരണ്ടു പോയിരുന്നൊരു സാഹചര്യമായിരുന്നു. ഈ മഴ അങ്ങോട്ട് കഴിഞ്ഞതോടെ ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം തന്നെ ഈ മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ജലസമൃദ്ധമായി മാറിയിരിക്കുകയാണ്. നുരഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് നയനമനോഹര കാഴ്ചയാണ്. സോഷ്യൽ മീഡിയയിൽ റീലുകളായി നിറയുന്ന ദേശീയപാത 85 ചീയപ്പാറ വാളറ വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി മഴ തിമിർത്ത് പെയ്തതോടെ ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങളൊക്കെയും വേനൽ കവർന്ന ഭംഗി വീണ്ടെടുത്തു കഴിഞ്ഞു. പച്ചപ്പിന് നടുവിൽ പാറയിടുക്കുകളിലൂടെ വന്യമായി നിറഞ്ഞൊഴുകുന്ന ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി സഞ്ചാരികൾക്ക് എത്ര കണ്ടാലും മതിവരുന്നതല്ല. ദേശീയപാത 85 മൂന്നാറിലേക്കുള്ള യാത്രാ മധ്യേ കാണുന്ന ചീയാപ്പാറ വാളറ വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങി അല്പനേരം ഭംഗി ആസ്വദിക്കാതെ ഇപ്പോൾ സഞ്ചാരികൾ കടന്നു പോകാറേയില്ല. പേര് കേട്ടതും കേൾക്കാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളുണ്ട് ദേശീയപാത 85. കണ്ടിട്ട് എന്താ തോന്നുന്നത്, ഫീൽ ചെയ്യുന്നത്? നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇവിടെ ആയിട്ട് ഒന്നുമല്ല, പോകുന്ന വഴിക്ക് ജസ്റ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ. കയറിയതാ, അടിപൊളിയാണ്. ശക്തമായ മഴ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിലെ വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മഴയുടെ ശക്തി കുറഞ്ഞതോടെ നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുമുണ്ട്. മഴ മൂടിയ ഇടുക്കിയുടെ മനോഹാരിത ആസ്വദിക്കാൻ സഞ്ചാരികൾ കൂടുതലായി എത്തുമെന്നാണ് പ്രതീക്ഷ. വേനലിൽ മെലിഞ്ഞൊട്ടുന്ന വെള്ളച്ചാട്ടങ്ങൾ അതിന്റെ ഭംഗിയത്രയും വീണ്ടെടുത്തൊഴുകുന്ന കാഴ്ചയാണ് മഴക്കാലത്ത് ഇടുക്കിയെ മിടുക്കിയാക്കുന്നത്. മഴക്കാലം അവസാനിക്കും വരെ ഹൈറേഞ്ചിന്റെ ഭംഗി ഇതേ റേഞ്ചിൽ തുടരും. ജനം, ഇടുക്കി. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പക്ഷെ അപ്പോഴും സർക്കാർ പുലർത്തുന്ന നിസ്സംഗതയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കോവിഡ് വ്യാപനത്തിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ആരോഗ്യഭാരതി ആവശ്യപ്പെട്ടു. ജില്ല തിരിച്ചുള്ള രോഗികളുടെ എണ്ണവും വ്യാപനത്തിന്റെ തോതും സർക്കാർ വ്യക്തമാക്കണമെന്നും ആരോഗ്യഭാരതി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിലവിൽ ഇന്നലെ വരെയുള്ള കണക്കിൽ 1435 കോവിഡ് രോഗികളാണുള്ളത്. അതേസമയം 8 മരണവും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആശങ്ക. വിശദാംശങ്ങളിലേക്ക് പോകാം. പ്രശാന്തുണ്ട്. പ്രശാന്ത്, ഈ കോവിഡ് രോഗം സംബന്ധിച്ച് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഭാരതത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു കണക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായതാണ്. അതിൽ നിന്നാണ് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിലാണ് ഏറ്റവും അധികം കോവിഡ് രോഗികൾ ഉള്ളത് എന്ന്. ഇന്നിപ്പോൾ ഈ കണക്ക് ഇങ്ങനെ നിൽക്കുമ്പോഴും 8 മരണം സംഭവിച്ചു എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഗൗരവത്തോടെ ഒരു സമീപനം ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത്? വീണ, 2025 അതായത് ഈ വർഷം പിറന്നതിന് ശേഷം 8 മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഈ അടുത്ത കാലത്തായിട്ട്, അതായത് ഈ ഒരു മാസത്തിനിടയിലാണ് ഈ 3 മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ മരണം ഇത്രയും മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടും വേണ്ടത്ര ജാഗ്രത പുലർത്താൻ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ രോഗികളുടെ, അതായത് മരിച്ചവരുടെ ഡീറ്റെയിൽസ് പോലും, വിവരങ്ങൾ പോലും, ആരാണ് എവിടെയാണ് എന്നടക്കമുള്ള വിവരങ്ങൾ പോലും നൽകുവാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല. മാത്രമല്ല, കോവിഡ് രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട് സംസ്ഥാനത്ത്. ദേശീയമായി നോക്കുകയാണെങ്കിൽ, അതായത് രാജ്യവ്യാപകമായി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് കേരളത്തിലാണ്, സംസ്ഥാനത്താണ്. 1400 മുകളിലേക്ക് ഇപ്പോൾ എത്തുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരം കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും സർക്കാരിൻ്റെ നിസ്സംഗത അത് തുടരുക തന്നെയാണ് ചെയ്തത്. തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തത്തക്കവണ്ണമുള്ള രീതിയിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ സമീപനം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് നമുക്കറിയാം എപ്രകാരമാണ് ഇതിൻ്റെ ഒരു തീവ്രത വന്നതെന്നും അത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തതെന്നും അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ നമുക്കൊരു മുൻപരിചയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രതിരോധിക്കാമെന്നിരിക്കെ നിലവിൽ അത്തരം നടപടികളിലേക്കൊന്നും
ആരോഗ്യവകുപ്പ് പോയിട്ടില്ല. യാതൊരു മുന്നറിയിപ്പും പൊതുസമൂഹത്തിനായിട്ട് യാതൊരു മുന്നറിയിപ്പും, അതായത് കോവിഡ് രോഗം പടർന്നു പിടിക്കുന്നുണ്ട്, ഒമിക്രോൺ വകഭേദമാണ് പടർന്നു പിടിക്കുന്നത്, നിങ്ങൾ സ്വീകരിക്കേണ്ട നടപടികൾ ഇങ്ങനെ വേണം സ്വീകരിക്കാൻ, അല്ലെങ്കിൽ എന്ത് മുൻകരുതൽ നടപടികൾ എന്ത് വേണം സ്വീകരിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശമായിട്ട് നൽകാവുന്നതാണ്. എന്നാൽ അത്തരം നിർദ്ദേശങ്ങളൊന്നും നിലവിൽ നൽകുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻകരുതൽ നൽകിക്കൊണ്ടുള്ള യാതൊരു പ്രതിരോധ പ്രവർത്തനങ്ങളും നിലവിൽ നൽകിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷേ ഈ ഒമിക്രോൺ വകഭേദം അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തീവ്രത കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറാൻ സാധ്യത ഉണ്ടായേക്കും എന്ന വിലയിരുത്തലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിൽ ജനങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിലേക്ക് എത്തും എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നിസ്സംഗത എന്നതാണ് ഏറ്റവും ചോദ്യചിഹ്നമായി ഉയരുന്നത്. ഇത്രയും രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ, രോഗം തീവ്രമായി വർദ്ധിക്കുന്നൊരു സാഹചര്യത്തിൽ വലിയ നിസ്സംഗത തന്നെയാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നത്. ഇതിൽ ഒരു നടപടി ആവശ്യമാണെന്ന അതായത് ഈ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടപെടൽ സർക്കാരിൻ്റെത് ആവശ്യമാണെന്ന ആവശ്യവും എന്തായാലും ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും ഒരു 2020 നിന്നും ഭിന്നമായിട്ട് വീണ്ടും നമ്മൾ കോവിഡിനെ മുക്തമാക്കിയതാണെങ്കിൽ വീണ്ടും അത് കോവിഡ് രോഗം പടർന്നു പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ട്. രാജ്യത്തെ ഒരു സ്ഥിതി നോക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് സംസ്ഥാനത്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്, കേരളത്തിലാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഈ ആശുപത്രിയിൽ എത്തുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്നും മാസ്ക് ധരിക്കണമെന്നും അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഒന്നും ഇതുവരെ തന്നെ നൽകിയിട്ടില്ല. സ്വയം ജനങ്ങൾ ഇത് മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളിലൂടെ ഒരു പ്രതിരോധം തീർക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ഒരു നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളത്. എന്തായാലും വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കോവിഡിൻ്റെ തീവ്രത എന്താണെന്നും കോവിഡ് എന്താണ് ഈ ലോകത്ത് വിതച്ചതെന്നെല്ലാം നമുക്ക് നേരിട്ട് അനുഭവിച്ചവരാണ്. ആ സാഹചര്യത്തിൽ ഒരു മുൻകരുതൽ പ്രത്യേക രീതിയിൽ മുൻകരുതൽ എടുക്കേണ്ടതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ട് നിൽക്കുന്നത്. കോവിഡ് രോഗം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്, പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൽ 1400 മുകളിലേക്ക് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. 8 മരണം സംഭവിച്ചിരിക്കുന്നു ഈ വർഷം തന്നെ. ഈ വർഷം 8 മരണം, അതും ഈ ഒരു മാസത്തിനിടയിൽ 3 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മരണപ്പെടുന്ന എണ്ണത്തിൽ നേരത്തെ ഒരു മധ്യവയസ്കരാണ്, അല്ലെങ്കിൽ ഒരു മധ്യവയസ്കന് മുകളിലേക്കുള്ളവരാണെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ യുവാക്കളും മരണപ്പെടുന്നു എന്നതും ഏറ്റവും ഭീതിയോടുകൂടി കാണേണ്ട ഒരു സാഹചര്യമാണ്. കാരണം നമ്മൾ വാക്സിൻ എല്ലാം എടുത്തതാണ്, അതിനുശേഷവും ഈ കോവിഡ് രോഗം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിൽ വേണം ഇനി തുടർന്ന് മറ്റ് നേരത്തെ ഉണ്ടായതിൽ നിന്നും എത്രത്തോളം തീവ്രതയുണ്ടെന്നും അതോടൊപ്പം തന്നെ ഏത് രീതിയിൽ വേണം പ്രതിരോധിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അതിതീവ്ര നടപടികൾ എന്നതിൽ സത്വര നടപടികൾ സ്വീകരിക്കേണ്ട സമയമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ജനങ്ങൾക്കും അതിൻ്റെ അവയർനെസ് കൊടുക്കേണ്ട സാഹചര്യം എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ ഇതിൽ ഒരു ഉപേക്ഷ സർക്കാർ വിചാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് വിചാരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അടിയന്തര നടപടികൾ വേണമെന്ന ആവശ്യവും ശക്തമാണ്. വീണ. ഓക്കെ, ശരി. പ്രശാന്ത് പറഞ്ഞതുപോലെ ഇത് അടിയന്തരമായി നടപടികൾ വേണമെന്നിരിക്കെ ഇതിൽ ഒരു വ്യക്തത പോലും വരുത്താത്ത സാഹചര്യമുണ്ട്. ആ നിസ്സംഗത തുടരുന്നത് തന്നെയാണ് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നത്. കാരണം ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും മറ്റുമോ ലഭിക്കുന്നുമില്ല. ഇതിൻ്റെ ഒരു വ്യാപന തോത് പോലും നമുക്കിപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. എറണാകുളം പിറവത്ത് നിന്ന് +2 വിദ്യാർത്ഥിയെ കാണാതായി. ഓണക്കൂർ സ്വദേശിയായ അർജുൻ രഘുവിനെയാണ് കാണാതായത്. ഇന്നലെ രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞു പോയ വിദ്യാർത്ഥി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. കിരൺകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? വീണ, ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പിറവം പോലീസിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു വരികയാണ്. പിറവം സ്വദേശിയായിട്ടുള്ള അർജുൻ രഘുവിനെയാണ് ഇന്നലെ മുതൽ കാണാതായിരിക്കുന്നത്. ഈ കുട്ടി രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത്. +2 വിദ്യാർത്ഥിയാണ്. സ്കൂളിലേക്ക് പോയ കുട്ടി വൈകിട്ട് തിരികെ വരാത്തതിനെ തുടർന്നാണ് വീട്ടുകാർ ആദ്യം അന്വേഷണം നടത്തുകയും പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. കുട്ടി സഞ്ചരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത്
അതായത് CCTV ദൃശ്യങ്ങളടക്കം കുട്ടി ഒരു വഴിയിലൂടെ നടന്നു പോകുന്നതിൻ്റെ അടക്കമുള്ള CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ, എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നതിനൊപ്പം തന്നെ ഏത് തരത്തിലൊക്കെയാണ് ഈ അന്വേഷണം നടക്കുന്നത് കിരൺ? കാരണം പോലീസ് ഒരു കുട്ടിയെ കാണാതാകുമ്പോൾ പല വഴിക്ക് അന്വേഷിക്കാറുണ്ട്. ഇത് ഇപ്പോൾ ഈ ഇത്രയും രാവിലെ, ഇന്നലെ രാവിലെ പോയതാണ്, ഇന്ന് രാവിലെയായി, 24 മണിക്കൂറായിരിക്കുന്നു. കാണാതായിരിക്കുന്നു എന്ന് മനസ്സിലായിട്ട് അത്രയും സമയമായില്ല എങ്കിൽ പോലും ഈ കുട്ടി രാവിലെ പോയതാണ്. അപ്പോൾ CCTV പരിശോധിച്ച് അടക്കം സ്കൂളിലേക്കുള്ള വഴി അല്ലെങ്കിൽ ആ വീട്ടിലേക്കുള്ള വഴി, ആ ദൃശ്യങ്ങൾ എനിക്ക് തോന്നുന്നത് CCTV ദൃശ്യങ്ങളാണ്. ആ കുട്ടി നടന്നു പോകുന്നത്. അപ്പോൾ ആ പോയ വഴികളൊക്കെയും പരിശോധിച്ചതിന് ശേഷവും എന്തെങ്കിലും തരത്തിലൊരു നിഗമനത്തിലേക്കൊക്കെ എത്താൻ കഴിയുന്നുണ്ടോ? വീണ, അത്തരമൊരു നിഗമനത്തിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസ് പറയുന്നില്ല. ഇന്നലെ രാത്രി വൈകി ആണ് ഈ സംഭവം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യം കുട്ടിയെ കാണാതായതിനെ തുടർന്ന് തന്നെ വീട്ടുകാർ ആദ്യം അന്വേഷിക്കുകയായിരുന്നു. ഈ കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ വീട്ടുകാർ അന്വേഷണം നടത്തിയിരുന്നു. പിന്നീടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതായാലും നാട്ടുകാരും ഒപ്പം തന്നെ ഇവരുടെ ബന്ധുക്കളും ഈ കുട്ടിയെ അന്വേഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് പോലീസിന് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. രാത്രി 8:45 കൂടിയുള്ള ചില ദൃശ്യങ്ങൾ, അതായത് രാത്രി വളരെ വൈകി ആണ് ഈ കുട്ടി നടന്നു പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഈ സ്കൂൾ ബാഗ് അടക്കമുള്ള കാര്യങ്ങൾ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പിറവം പോലീസ് നൽകുന്ന ഒരു വിവരം. ഈ കുട്ടി രാവിലെ മുതൽ തന്നെ ഈ ഇത്തരത്തിൽ മിസ്സിംഗ് ആണോ എന്നുള്ളൊരു കാര്യം കൂടി പരിശോധിച്ച് വരികയാണ്. ഏതായാലും കുട്ടി സ്കൂളിൽ വന്നതിന് ശേഷമുള്ള എങ്ങോട്ട് പോയി എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കിരൺ, ഇപ്പോൾ ഈ രാത്രി വൈകി ലഭ്യമായി എന്ന് പറഞ്ഞ CCTV ദൃശ്യങ്ങൾ അത് ഏതു ഭാഗത്തു നിന്നുള്ളതാണ്? വീണ, ഈ കാര്യങ്ങളൊന്നും ഒരു കൃത്യമായ ഒരു വിവരം അത് പോലീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഏതായാലും പോലീസ് അന്വേഷണം നടത്തുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ CCTV ദൃശ്യങ്ങൾ ഏത് ഭാഗത്താണ് കണ്ടെത്തിയത് എന്ന കാര്യങ്ങളിൽ കൂടി കൂടുതലായിട്ട് ഇനി ഒരു വ്യക്തത പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കേണ്ടതുണ്ട്. ഓക്കെ, ശരി കിരൺ. ഏതായാലും അത് ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ്. കാരണം +2 വിദ്യാർത്ഥിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇന്നലെ രാത്രി വൈകിയുള്ള ചില ദൃശ്യങ്ങൾ, ഒരു 8:30 കൂടിയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൽ ആ കുട്ടി നടന്നു പോകുന്നുണ്ട്. സ്കൂൾ ബാഗ് അടക്കം അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നീട് അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും വലിയ ആശങ്കയിലൂടെയാണ് ഈ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് ഇപ്പോൾ പോകാം. നിയമപ്രകാരമല്ലാത്ത കുടിയേറ്റങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. പ്രലോഭനങ്ങളുമായി പലരും വരും, ചതിക്കുടികളിൽ വീഴരുതെന്നാണ് FB പോസ്റ്റിലൂടെ ബോധവൽക്കരണം. വിദേശ രാജ്യങ്ങളിലേക്ക് അനധികൃതമായി കുടിയേറുന്നവർ പിടിക്കപ്പെട്ടാൽ നിയമപ്രകാരമുള്ള പ്രവാസികൾക്കുള്ള ഒരു സഹായവും ഇവർക്ക് ലഭിക്കില്ല എന്നും ഈ തട്ടിപ്പുകളിൽ പെടാതെ ജാഗ്രത വേണമെന്നും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പ്രശാന്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ അനധികൃതമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്കുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഈ അനധികൃതമായി പോയി കഴിഞ്ഞാൽ അവിടെ പിടിക്കപ്പെട്ടാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ഈ പോസ്റ്റിൽ പറയുന്നുണ്ടോ? അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ അനധികൃതമായി ഇവരെ കടത്തിക്കൊണ്ടു പോകുന്നവർക്കെതിരെയുള്ള നടപടികളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ടോ? വീണ, മുമ്പെങ്ങുമില്ലാത്ത വിധം യുവാക്കൾക്കിടയിലും ഈ വിദേശ രാജ്യത്തോട് കുടിയേറ്റം നടത്തണം അല്ലെങ്കിൽ മറ്റ് രാജ്യത്ത് പോയി താമസിക്കണമെന്നടക്കമുള്ളൊരു ഭ്രമം കൂടി വരുന്ന സാഹചര്യമുണ്ട്. അതിൽ ഏത് സാഹചര്യത്തിലും അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നുകൂടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത്തരം ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നവർക്ക് നിരവധി ഇടനിലക്കാർ സംസ്ഥാനത്തടക്കമുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഈ അനധികൃത കുടിയേറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഒരു നിശ്ചിത ശതമാനം തുക കൊടുത്തു കഴിഞ്ഞാൽ അവരെ മറ്റ് മാർഗങ്ങളിലൂടെ, നമുക്കറിയാം പനാമ റൂട്ട് അടക്കമുള്ള മറ്റ് മാർഗങ്ങളുണ്ട്, വളരെ അതിതീവ്രമായിട്ടുള്ള കഠിനമായിട്ടുള്ള വഴികളിലൂടെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യത്തേക്ക് കുടിയേറ്റം നടത്തുന്ന രീതിയിലുള്ള പല സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ആ രീതിയിൽ അനധികൃതമായ രീതിയിൽ കുടിയേറ്റം നടത്തിക്കൊണ്ട് ഒരു മൈഗ്രേറ്റ് നടത്തുവാൻ അല്ലെങ്കിൽ അതിന് സഹായം എത്തിക്കാം എന്നതടക്കമുള്ള വാഗ്ദാനങ്ങളുമായി നിരവധി പേർ എത്തുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞ ദിവസം അങ്ങനെ പോയ അതിൽ ചിലരാണ് ഇസ്രയേലിനടുത്ത് വെച്ച് ഇസ്രയേലിലേക്ക് കടന്നുകൂടാൻ ശ്രമിച്ച 2 പേർ
അവരിൽ ഒരാളെ വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യവും ഉണ്ടായത്. അതിലൊരാൾ രക്ഷപ്പെട്ട് തലസ്ഥാനത്ത് തന്നെ തുമ്പയിൽ തന്നെ വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇത്തരം ഈ ഇടനിലക്കാരുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങി പോകുന്നതാണ്. അത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റം അല്ലെങ്കിൽ കുടിയേറ്റം നടത്തി ഏതെങ്കിലും രീതിയിൽ മറ്റു രാജ്യങ്ങളിൽ പോകണം, താമസിക്കണം എന്നതടക്കമുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് സംസ്ഥാന പോലീസ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ഫേസ്ബുക്കിലൂടെ നൽകുന്നത്. കാരണം ഇത്തരം മോഹന വാഗ്ദാനങ്ങളുമായി നിരവധി പേർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അവരിൽ നിന്നും ജാഗ്രത പാലിക്കണമെന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുന്നറിയിപ്പായിട്ട് പോലീസ് പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ അടിക്കടി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ്. കാരണം നിയമപരമായി ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്നതും പ്രവാസത്തിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏതൊക്കെ പരിരക്ഷ ഒരു നിയമപരമായ പ്രവാസത്തിൽ ഏർപ്പെടുന്ന ആൾക്ക് ലഭിക്കുമോ അത്തരം പരിരക്ഷകളൊന്നും ഈ ഇല്ലീഗൽ മൈഗ്രൻറ്റിന് ലഭിക്കില്ല, അനധികൃത കുടിയേറ്റം നടത്തുന്നവർക്ക് ലഭിക്കില്ല. എന്നു മാത്രമല്ല സ്വരാജ്യത്തോ വിദേശ രാജ്യത്തോ അവരെ അംഗീകരിക്കുകയില്ലെന്നും പറയുന്നുണ്ട്. കാരണം വിദേശ രാജ്യത്ത് മാത്രമല്ല നമ്മുടെ ഇത്തരം കുടിയേറ്റങ്ങൾ നടത്താൻ തുനിഞ്ഞിറങ്ങുന്നവരെ അല്ലെങ്കിൽ മുതിർന്നവരെ അല്ലെങ്കിൽ കുടിയേറ്റം നടത്തുന്നവരെ സ്വന്തം രാജ്യത്തും അംഗീകരിക്കില്ല. മാത്രമല്ല പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്താണോ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് സാമ്പത്തികമായിട്ടുള്ള സമ്പത്ത് പിടിച്ചെടുക്കുന്നതടക്കം, അതോടൊപ്പം ജയിൽവാസം, അതോടൊപ്പം തന്നെ പാസ്പോർട്ട് അടക്കം പിടിച്ചെടുത്തുകൊണ്ട് ആ രാജ്യത്ത് ഏതാണോ നിയമം ആ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള നടപടികൾ നേരിടേണ്ട സാഹചര്യം വരും. അതോടൊപ്പം തന്നെ ജീവനും ജീവിതവും എല്ലാം നഷ്ടപ്പെടുകയും നശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നറിയിപ്പ്, അതായത് ഇത്തരം ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ വരുമ്പോൾ ഇങ്ങനെ അനധികൃത കുടിയേറ്റം നടത്തുന്നതിന് സഹായിക്കാം അല്ലെങ്കിൽ മറ്റ് രാജ്യത്തിലേക്ക് നിയമപരമായ അല്ലാതെ മറ്റ് മാർഗങ്ങളിലൂടെ അവിടെ എത്തുകയും അവിടെ ജോലി നൽകാമെന്ന അടക്കമുള്ള വാഗ്ദാനങ്ങളോടെയാണ് ഇവർ സമീപിക്കുന്നതാണെന്ന് പോലീസ് പറയുന്നത്. കാരണം അവിടെ ഏതാണോ ഒരു സ്ഥലം പറയുന്നത് ആ സ്ഥലത്ത് ജോലി അടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരിക്കും ഈ കുടിയേറ്റക്കാർ ഈ യുവാക്കളെയും അല്ലെങ്കിൽ പോലും മറ്റ് ഇത്തരം ആളുകളെ സമീപിക്കുന്നത്. അങ്ങനെ യാതൊരു സുരക്ഷിതത്വവും അതായത് ജോലി ആയിക്കോട്ടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളായിക്കോട്ടെ അങ്ങനത്തെ യാതൊരു സുരക്ഷിതത്വവും ഈ സ്ഥലങ്ങളിലൊന്നും ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല ഈ നിയമപരമായ പരിരക്ഷകളൊന്നും ലഭിക്കാതെ ജീവിതവും ജീവനും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രത വേണം. ഇത്തരക്കാർ സമീപിക്കുമ്പോൾ അത് പോലീസിനെ അറിയിക്കുകയും വേണമെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ പോലീസ് വെബ്സൈറ്റിലൂടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. എങ്ങനെയാണോ നിയമപരമായി ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയുക അല്ലെങ്കിൽ ജോലിക്കായിട്ടോ മറ്റ് വിദ്യാഭ്യാസത്തിനായിട്ടോ എന്ത് കാര്യത്തിലും നിയമപരമായി പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വെബ് പോർട്ടലടക്കം അവർ ഫേസ്ബുക്കിലൂടെ പോസ്റ്റിലൂടെ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ മാർഗങ്ങളിലൂടെ അല്ലാതെ യാതൊരു വിധത്തിലും മറ്റു മാർഗങ്ങളിലൂടെ കുടിയേറ്റം നടത്തുവാൻ അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ പാടില്ല എന്നൊരു നിർദ്ദേശവും തരുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ നിലവിലെ സ്ഥിതി ഇത്തരം കുടിയേറ്റങ്ങൾ അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ ഏതെങ്കിലും ഒരു മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വിദേശത്തേക്ക് കടന്നുകൂടണമെന്നൊരു ചിന്ത യുവാക്കൾക്കിടയിൽ ശക്തമായി വരുന്നൊരു കാലം കൂടിയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പോലും തന്നെ ഇവിടെ നിന്നും നമുക്ക് ഈ ഒരു നമ്മുടെ നിലവിലെ രാജ്യത്ത് നിന്നും കൂടുതൽ എന്തെങ്കിലും ജീവനും ജീവിതവും ഒക്കെ ഉണ്ടാകുമെന്നൊക്കെയുള്ള കണക്കുകൂട്ടൽ അല്ലെങ്കിൽ തെറ്റായ ബോധ്യം ഇവിടത്തേക്കാൾ വലിയ ഒരു സുഖ സൗകര്യങ്ങളെല്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് പോയാൽ ഉണ്ടാകും എന്നുള്ളൊരു തെറ്റായ മിഥ്യാബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യുവാക്കൾക്കിടയിൽ അടക്കം അതോടൊപ്പം തന്നെ ഇത്തരം ആളുകൾക്കിടയിൽ ഈ ഒരു ചിന്താധാര ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്നും അത്തരം ആളുകളെ സമീപിക്കാൻ ഒരുപാട് പേര് മറ്റ് ചതിക്കണിയുമായി എത്തും. അത്തരം ആളുകളിൽ നിന്നും ജാഗ്രത വേണമെന്ന് അടക്കമുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയേണ്ടത്. കാരണം അടിക്കടിക്ക് ഇത്തരം വാർത്തകൾ നമ്മൾ ശ്രവിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ അന്താരാഷ്ട്ര അതിർത്തികളിലെല്ലാം കടന്നുകൂടുന്നവർ അവിടുത്തെ മിലിറ്ററിയുടെയൊക്കെ അറ്റാക്കിന് ഇരയാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സമീപകാലത്തെല്ലാം. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജാഗ്രത വേണമെന്നൊരു മുന്നറിയിപ്പ് പോലീസ് നൽകുന്നത്. പോലീസിൻ്റെ സംസ്ഥാന പോലീസിൻ്റെ കേരള പോലീസിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയാണ് ഇത്രയും ഗൗരവപൂർണ്ണമായ ഒരു വിഷയം സംസ്ഥാനത്തിൻ്റെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, പൊതുസമൂഹത്തിൻ്റെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി പ്രശാന്ത്. ഏതായാലും ഈ കുടിയേറ്റക്കാരെല്ലാവരും ഉപജീവനത്തിനായി തന്നെയാണോ കുടിയേറുന്നത് എന്ന കാര്യത്തിൽ എപ്പോഴും എല്ലാ രാജ്യങ്ങളും ഈ വിഷയം പരിശോധിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഒരു തരത്തിലുള്ള നിയമപരിരക്ഷയും നൽകാത്തതും. ഭാരതവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെയൊക്കെ ശക്തമായ നിലപാടെടുക്കാൻ നമുക്ക് സാധിച്ചതും. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്
ഈ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയൊക്കെ നമ്മൾ കണ്ടെത്തി രാജ്യവ്യാപകമായി അവർക്ക് തിരച്ചിൽ നടത്തി അവരെ പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്കോ അല്ലെങ്കിൽ അവരെ കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്കോ ഒക്കെ വരുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരുകൾ എത്രത്തോളം ഇതിനോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളത് കേരളത്തിന് മാത്രം ഉദാഹരണം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേരളം ബംഗ്ലാദേശികൾക്ക് ഒരു സുരക്ഷിത താവളമായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഈ തിരച്ചിലുകൾക്കെല്ലാം ശേഷം ഭാരതത്തിൽ നിന്ന് തിരിച്ചയച്ചവരിൽ കേരളത്തിൽ നിന്നുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ എറണാകുളം റൂറൽ മേഖലയിൽ പോലീസ് നടത്തിയ ഓപ്പറേഷൻ ക്ലീൻ പരിശോധനകൾ പാതി വഴിയിൽ നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കിരൺ കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, അത് ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം ഓപ്പറേഷൻ ക്ലീൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, ഭാരതമെമ്പാടും നിന്ന് ഈ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുന്നു, നമ്മൾ രാജ്യത്ത് നിന്നവരെ പുറത്താക്കുന്നു. അങ്ങനെ പക്ഷേ കയറ്റി അയക്കുന്നവരിൽ എന്തുകൊണ്ട് കേരളത്തിൽ നിന്നൊരാൾ പോലും ഉണ്ടായില്ല? അതായത് കണ്ടെത്തപ്പെട്ടവരിൽ തന്നെ ഒരാൾ പോലും തിരിച്ചയക്കപ്പെട്ടവരിൽ ഉണ്ടായില്ല എന്ന് ആ ലിസ്റ്റിൽ എന്തുകൊണ്ട് ഉൾപ്പെട്ടില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു സാഹചര്യമല്ലേ കിരൺ? വീണ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിവിധ ഭാഷാ തൊഴിലാളികളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. അതിൽ തന്നെ ഇവർക്കിടയിൽ ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞേറ്റക്കാരായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളൊരു വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിട്ട് പോലീസിൻ്റെ, അതായത് റൂറൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടന്നിരുന്നത്. എന്നാൽ ഈ പരിശോധനകൾക്കിടെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 40ഓളം ഈ ബംഗ്ലാദേശികളെയാണ് കണ്ടെത്തിയിരുന്നത്. ഇവർ കൂടാതെ തന്നെ വ്യാജമായിട്ടുള്ള തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കിയിരുന്നതായിട്ടൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഒരു കുടുംബം തന്നെ വ്യാജരേഖ ചമച്ചുകൊണ്ട് വൈപ്പിൻ ഭാഗത്ത് സ്ഥലം വാങ്ങി വീട് വെച്ച് വർഷങ്ങളായിട്ട് താമസിച്ചിരുന്നതായിട്ടും അന്ന് പോലീസ് കണ്ടെത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്കൊക്കെ കടന്നിരുന്നതാണ്. പിന്നീട് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി തന്നെ രാജ്യവ്യാപകമായി പരിശോധന നടത്തി ഇത്തരത്തിൽ അനധികൃതമായിട്ട് താമസിക്കുന്ന കുടിയേറ്റക്കാരെ ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വ്യാപകമായ പരിശോധനകൾ നടത്തുകയും പിന്നീട് 2000ഓളം പേരെ നാടുകടത്തുകയൊക്കെ ചെയ്തിരുന്നതാണ്. എന്നാൽ കേരളത്തിൽ നിന്ന് മാത്രം ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെ വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഇത്രയധികം ബംഗ്ലാദേശികൾ ഉണ്ട് എന്നുള്ള കണ്ടെത്തൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് പോലും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ വലിയൊരു പരിശോധന നടത്തിയില്ല എന്നുള്ളൊരു വലിയ വിമർശനം തന്നെയാണ് ഉയരുന്നത്. ഏതായാലും ഇവർ വ്യാജരേഖ ചമക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളും കണ്ടെത്തിയിരുന്നതാണ്. ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് തന്നെ ഇതിനുവേണ്ടി പ്രത്യേക ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പിടിയിലായിട്ടുള്ള ഈ 40ഓളം പേരിൽ തന്നെ ഭൂരിഭാഗം പേരും ഈ എറണാകുളത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പല കേസുകളിൽ ഉൾപ്പെട്ടിരുന്നതാണ്. ഇതിൻ്റെയൊക്കെ പേരിൽ നിലവിൽ ഇപ്പോൾ ഇവർ റിമാൻഡിലാണ്. എന്നാൽ ബാക്കി ചില ആളുകളെ മറ്റ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇവരെ നാട് കടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിമർശനം തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. വീണ, ഓക്കെ, ശരി. കൊച്ചി ഞാറയ്ക്കൽ വളപ്പ് കടലിൽ കാണാതായ 2 വിദേശ വിദ്യാർത്ഥികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. യമൻ പൗരന്മാരായ ജുബ്രാൻ, അബ്ദുൽ സലാം എന്നിവരെയാണ് ഇന്നലെ കടലിൽ കാണാതായത്. കോസ്റ്റൽ പോലീസും ഫയർഫോഴ്സും നേവിയും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. വിവരങ്ങളുമായി കിരൺ തുടരുന്നുണ്ട്. കിരൺ, എങ്ങനെയാണ് ഈ തിരച്ചിൽ ഇപ്പോൾ തുടരുന്നത്? ഇതുവരെ ഈ തിരച്ചിൽ നടത്തിയതിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഈ കടൽ കാണാതായതിനു ശേഷമുള്ള മറ്റ് വിവരങ്ങളുമൊക്കെ എന്താണ്? കാണാതായത് യമൻ പൗരന്മാരായ ജുബ്രാൻ, അബ്ദുൽ സലാം എന്നിവരെയായിരുന്നു ഇന്നലെ കാണാതായിരുന്നത്. ഇവർ കോയമ്പത്തൂരിൽ നിന്നെത്തിയ വിദ്യാർത്ഥി സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നതാണ്. ഇവർ കോയമ്പത്തൂരിലുള്ള രത്നം കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. 7 സംഘമാണ് ഇന്നലെ കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ എത്തിയത്. ഇവർ പിന്നീട് കടലിൽ കുളിക്കാനിറങ്ങുകയും ഈ 2 പേർ തിരയിൽ പെടുകയുമായിരുന്നു. ഇന്നലെ ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആദ്യം നാട്ടുകാർ തിരയിൽ കടലിൽ പരിശോധന നടത്തിയിരുന്നു. പിന്നീട് കോസ്റ്റൽ പോലീസും ഫയർഫോഴ്സും പരിശോധന നടത്തി. കൂടാതെ വൈകിട്ടോടുകൂടി തന്നെ നേവിയും ഈ പരിശോധനയുടെ ഭാഗമായി നേവിയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് കടലിലേക്ക് പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏതായാലും ഈ 2 പേരെയും ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്നലെ ഈ വൈകിട്ടോടുകൂടി തന്നെ, അതായത് വെള്ളിയേറ്റം കൂടുന്ന ഒരു സമയത്തോടു കൂടിയാണ് ഇവരെ തിരയിൽ പെട്ടത്. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇത് വ്യാപകമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാറക്കൽ ഭാഗത്തു നിന്നും മാറിയുള്ള
പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ശരി. വിദേശ വിദ്യാർത്ഥികൾക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യാ കേസിൽ പ്രതി സുകാന്തിനെ പേട്ട പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി. ഫോണിലെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിരുന്നു. സുകാന്തുമായി പോലീസ് തെളിവെടുപ്പും നടത്തും. IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ IB ഉദ്യോഗസ്ഥൻ സുകാന്തിനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഉദ്യോഗസ്ഥയെ പീഡിപ്പിച്ച രാജസ്ഥാനിലും എറണാകുളത്തെ അപ്പാർട്ട്മെന്റിലും തിരുവനന്തപുരത്തെയും ചെന്നൈയിലെയും ഫ്ളാറ്റുകളിലും തെളിവെടുപ്പിനെത്തിക്കും. ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുക്കും. 2 മാസത്തോളം ഒളിവിലായിരുന്ന പ്രതി ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. 10 വർഷത്തിലേറെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. IB ഉദ്യോഗസ്ഥയെ സുകാന്ത് മാനസികമായി പീഡിപ്പിക്കുകയും വിവാഹത്തിൽ നിന്നും പിന്മാറാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. യുവതിയിൽ നിന്നും സുകാന്ത് പലതവണ പണം കൈപ്പറ്റിയതിന്റെ ബാങ്കുമായി ബന്ധപ്പെട്ടതിന്റെ ഡിജിറ്റൽ തെളിവുകൾ പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് സുകാന്ത് പോലീസിൽ കീഴടങ്ങുന്നത്. ഫെബ്രുവരി 9-ന് ഇരുവരും നടത്തിയ ചാറ്റിൽ യുവതിയെ വേണ്ടെന്ന് സുകാന്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് യുവതി മറുപടി നൽകി. നീ ഒഴിഞ്ഞാലേ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വീണ്ടും സുകാന്ത് പറയുന്നു. മറുപടിയായി അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന യുവതിയുടെ ചോദ്യത്തിന് നീ പോയി മരിക്കണമെന്ന സുകാന്തിന്റെ മറുപടി. ഇതാണ് യുവതി ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണയായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ജനം, തിരുവനന്തപുരം. കരുതലിന്റെ കരുത്തായി അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ അക്ഷരവണ്ടി. സംസ്ഥാനത്തെ വനവാസി ഊരുകളിലേക്ക് ABVPയുടെ അക്ഷരവണ്ടി എത്തുകയാണ്. കുട്ടികൾക്കാവശ്യമായ പഠനോപകരണങ്ങൾ ഈ അക്ഷരവണ്ടിയിലുണ്ട്. നന്മയുടെ, കരുതലിന്റെ, ചേർത്തുപിടിക്കലിന്റെ മഹത്തായ ഉദ്യമവുമായി ABVP പ്രവർത്തകർ പത്തനംതിട്ട അടിച്ചിപ്പുഴയിലെ വനവാസി ഊരിൽ എത്തിയപ്പോഴുള്ള കാഴ്ചകളിലേക്ക്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ സംഘാടകർ, ഈ കുട്ടികൾ ഇവിടെ വന്ന് ഞങ്ങളെ ദത്തെടുക്കുകയും ഞങ്ങളുടെ കോളനി ഇത്രയും ഉപകരണം കൊടുത്തതിനകത്ത് വളരെ സന്തോഷകരമായ ഒരനുഭവമാണ്. അതുപോലെ തന്നെ സാറേ, ഇവിടുന്ന് 15 കിലോമീറ്റർ പോകണം ഞങ്ങളുടെ സ്കൂളിൽ. അപ്പോൾ ഈ ബുക്കേലും കിട്ടിയത് ഞങ്ങൾക്ക് വളരെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങളിത് കാണുന്നു. നമുക്ക് ഈ കേരളത്തിൽ വെച്ച് ആദ്യം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും ഇത്തരം പരിപാടി നമുക്ക് ചെയ്തു തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു കൈത്താങ്ങായിട്ട് കിട്ടിയത് ഏറ്റവും ഈ ഒരു സംഘത്തിന് എൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. വനവാസി ഊരുകളിലെ കുട്ടികൾക്കൊപ്പം ABVPയുണ്ട്. സ്റ്റുഡൻസ് ഫോർ സേവയുണ്ട്. അടിച്ചിപ്പുഴ ചൊള്ളനാവയലിലെ എല്ലാ കുട്ടികൾക്കും ABVPയുടെ കരുതൽ. പുത്തൻ പ്രതീക്ഷകളുമായി സ്കൂളുകളിലേക്കെത്താൻ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി. ഇവിടെ തീർന്നില്ല ABVPയുടെ പ്രവർത്തനങ്ങൾ. കുട്ടികൾക്ക് സൗജന്യ ട്യൂഷൻ, സ്കോളർഷിപ്പ് വിതരണം എന്നിങ്ങനെ എന്നും എപ്പോഴും ഈ കുഞ്ഞുങ്ങൾക്കൊപ്പം ABVP ഉണ്ടാകും. സംസ്ഥാന വ്യാപകമായി അക്ഷരവണ്ടി ഓടിത്തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പ്രദേശം ചൊള്ളനാവയൽ എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രൈബൽ സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഫുൾ A+ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്ത കുട്ടി വളരെ 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 വർഷങ്ങൾക്ക് ശേഷം, ഇവിടെ പലരുടെയും ഓർമ്മയിൽ പോലും അങ്ങനെയില്ല, ഇത്രയും ബുദ്ധിമുട്ടും യാതനകളും കഷ്ടതകളും ഒക്കെ സഹിച്ച് കിലോമീറ്ററുകളോളം ദൂരം സഞ്ചരിച്ച് പഠിക്കുവാൻ മറ്റു ആരുടെയും സഹായങ്ങളൊന്നുമില്ലാതെ സ്വപ്രയത്നം കൊണ്ട് ഉയർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ധാരാളമായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ ആദരിക്കുകയും അവർക്ക് പഠന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന സാമൂഹ്യമായ ഉത്തരവാദിത്വമാണ് ABVP മേഖലയിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ABVPയുടെ പത്തനംതിട്ട ജില്ല പരിഷത്തിൻ്റെ പാഠശാല എന്ന പേരിൽ ഇത്തരം കേന്ദ്രങ്ങളിലൂടെ കുട്ടികളെ
കുട്ടികൾക്ക് സൗജന്യമായി ട്യൂഷൻ നൽകുന്ന ഒരു ബൃഹത്തായ പദ്ധതി ABVP സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കി വരുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങളുമൊക്കെയായി ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ രണ്ടല്ല ഒന്നാണ്, നിങ്ങൾക്കൊപ്പം എല്ലാവരുമുണ്ട് എന്നുള്ളൊരു ബോധം അവരിലേക്ക് കൊടുത്തുകൊണ്ട് സഹോദരങ്ങളായി നാളെ ഇതിൽ നിന്നും എല്ലാ മേഖലകളിലേക്കും, വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക് വിദ്യാഭ്യാസമുള്ള, അറിവുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയാണ് ABVP പത്തനംതിട്ട ജില്ലയുടെ ആഭിമുഖ്യത്തിൽ SFSന്റെ നേതൃത്വത്തിൽ, സ്റ്റുഡൻസ് ഫോർ സേവയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടിയുമായി അക്ഷരവണ്ടി ഇന്ന് ഇവിടെ എത്തിയത്. തൃശൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലെ വനവാസി ഊരുകൾ പിന്നിട്ട് അക്ഷരവണ്ടിയുടെ പ്രയാണം തുടരുന്നു. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ അക്ഷരവണ്ടി എന്ന് പറയുന്ന ഒരു പദ്ധതി ഇന്ന് കേരളത്തിലെ മുഴുവൻ 14 ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹായം ആവശ്യമുള്ള സ്ഥലങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത പ്രദേശങ്ങൾ, അവിടേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മുടെ കാര്യകർത്താക്കൾ അവരുടെ ഒരു സേവന മനോഭാവം അത് അവിടെ പ്രകടിപ്പിക്കാനും അതേപോലെ അവർക്ക് സഹായകരമാകുവാനും വേണ്ടിയാണ് അക്ഷരവണ്ടി നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇനി വരുന്ന ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിലും അക്ഷരവണ്ടി എന്ന് പറയുന്ന പരിപാടി സ്റ്റുഡൻസ് ഫോർ സേവ എന്ന് പറയുന്ന വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്ലാറ്റ്ഫോമിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഊരിലേക്ക് ABVP പ്രവർത്തകരെത്തിയപ്പോൾ മൂപ്പന് പറയാനുള്ളത് ഇങ്ങനെ: ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇപ്പോൾ ഈ കൈത്താങ് ആയിട്ട് ഇവിടെ വന്നത്. അവർക്ക് നല്ലൊരു അനുമോദനമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനിയും ഇതുപോലുള്ള ആവശ്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ അവരോട് പറയുമ്പോൾ നമ്മളോടൊപ്പം പ്രവർത്തിച്ചാൽ അവർക്ക് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും കോളനി നിവാസികളായി ഞങ്ങൾ ചെയ്തു മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടെന്ന് ഊരുമൂപ്പൻ അപ്പുക്കുട്ടൻ, മുൻ സൈനികൻ VK ജയൻ എന്നിവർക്ക് ആദരവും നൽകി. പരീക്ഷകളിൽ വൻ വിജയങ്ങൾ നേടിയ മിടുക്കരും ഈ ഊരിലുണ്ട്. +2 മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥിനി അശ്വതിമോൾ KP ഊരിന്റെ അഭിമാനമാണ്. ജനം, പത്തനംതിട്ട. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു മികച്ച മാതൃകയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. വളരെ അഭിനന്ദനീയമായ കാര്യം. ഓക്കെ, നമ്മൾ പുത്തൻ പുലരി അടുത്ത മണിക്കൂറിലേക്ക് കടക്കുകയാണ്. നമുക്ക് നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തമിഴ്നാട്ടിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ച മലയാളി പെൺകുട്ടിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. മരിച്ചത് പൊന്മുത്തുനഗർ സ്വദേശി ആശ്വിക. ഉദുമൽപേട്ട സ്വദേശി പ്രവീൺ കുമാർ അറസ്റ്റിൽ. എറണാകുളം പിറവത്ത് +2 വിദ്യാർത്ഥിയെ കാണാതായത് ഓണക്കൂർ സ്വദേശിയായ അർജുൻ രഘുവിനെ. ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥി ഇതുവരെ തിരിച്ചെത്തിയില്ല. കുട്ടികളില്ലാത്തതിനാൽ കോഴിക്കോട് സർക്കാർ സ്കൂൾ പൂട്ടി. അടച്ചത് പേരാമ്പ്ര ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂൾ. വിദ്യാലയത്തിന് താഴെ വീണത് 3 കുട്ടികൾ കൂടി TC വാങ്ങിപ്പോയതോടെ. കൊല്ലം പള്ളിമണ്ണിൽ പൊട്ടിപ്പൊളിഞ്ഞ സ്കൂളിന് ഫിറ്റ്നസ് നൽകിയതായി പരാതി. നെൽകർഷകരോട് അവഗണന തുടർന്ന് സംസ്ഥാന സർക്കാർ. കേന്ദ്രം നൽകുന്ന താങ്ങുവില കർഷകർക്ക് നൽകുന്നില്ല. കേന്ദ്രം വർദ്ധിപ്പിച്ച 5 രൂപ പ്രൊഡക്ഷൻ ഇൻസെന്റീവിൽ കുറച്ചു. വീണ്ടും പ്രാണപ്രതിഷ്ഠയ്ക്കൊരുങ്ങി രാമജന്മഭൂമി. രാംദർബാറിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കം. ചടങ്ങുകൾ 3 ദിവസം. യോഗി ആദിത്യനാഥ് നേതൃത്വം നൽകും. ഷഹീദ് അഫ്രീദി പങ്കെടുത്ത ദേശവിരുദ്ധ പരിപാടിയിൽ കുസാറ്റ് അലുമിനി അസോസിയേഷന്റെ വാദം പൊളിയുന്നു. ദുബായിലെ പരിപാടിയിൽ പങ്കെടുത്തത് ക്ഷണിച്ചിട്ടെന്ന അഫ്രീദി. പാക് മുൻ ക്രിക്കറ്ററുടെ പ്രതികരണം ഖലീജ് ടൈംസിൽ. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് കേരളം സുരക്ഷിത താവളം. കേന്ദ്ര സർക്കാർ പരിശോധന ശക്തമാക്കിയിട്ടും തിരിച്ചയക്കുന്നവരിൽ കേരളത്തിലെ നുഴഞ്ഞുകയറ്റക്കാരില്ല. എറണാകുളം റൂറൽ മേഖലയിൽ പോലീസ് നടത്തിയ ഓപ്പറേഷൻ ക്ലീൻ പരിശോധന പാതി വഴിയിൽ നിലച്ചു. അമേരിക്കയിൽ യഹൂദർക്കെതിരെ നടന്ന ആക്രമണം ആസൂത്രിതമെന്ന് FBI. പ്രകടനക്കാർക്കെതിരെ ആക്രമി എറിഞ്ഞത് 2 പെട്രോൾ ബോംബുകൾ.
ഉപയോഗിക്കാത്ത 16 സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയെന്നും FBI. സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ യോഗം. സർക്കാരിന്റെ 1-ാം വാർഷികവും ചർച്ചയാകും. ഇനി വിശദാംശങ്ങളിലേക്ക് പോകാം. പുതിയതായി ചില വാർത്തകൾ കൂടി തലക്കെട്ടിൽ ഇടം പിടിച്ചത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെയാണ് പോകേണ്ടത്. സങ്കടകരമായ വാർത്തകൾ കൂടിയുണ്ട്. പ്രണയാഭ്യർത്ഥന നിരസിച്ച മലയാളി പെൺകുട്ടിയെ തമിഴ്നാട്ടിൽ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. തമിഴ്നാട് പൊള്ളാച്ചിയിലാണ് പ്രണയാഭ്യർത്ഥന തള്ളിക്കളഞ്ഞ മലയാളി പെൺകുട്ടിയെ യുവാവ് കൊന്നത്. പൊന്മുത്തു നഗറിലെ മലയാളി കുടുംബത്തിലെ പെൺകുട്ടി ആശ്വിക ആണ് കൊല്ലപ്പെട്ടത്. 19 വയസ്സായിരുന്നു. ഉദ്മൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശിയായി പ്രവീൺ കുമാർ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പ്രവീൺ. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ 2-ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് അശ്വിക. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, എന്താണ് സംഭവിച്ചത്? പാലക്കാട് പൊള്ളാച്ചിയിലാണ്, അതായത് തമിഴ്നാട് പൊള്ളാച്ചിയിലാണ് ഇത്തരത്തിലൊരു അരിങ്കൊല നടന്നിരിക്കുന്നത്. പൊന്മുത്തു നഗറിലെ മലയാളി കുടുംബത്തിലെ പെൺകുട്ടിയായ അശ്വിക എന്ന 19-കാരിയാണ് കൊല്ലപ്പെട്ടത്. ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശിയായ പ്രവീൺ കുമാർ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഈ പ്രവീണ്. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ 2-ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് ഈ അശ്വിക. അശ്വികയുടെ മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് പെൺകുട്ടി വീട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കി പ്രവീൺ കുമാർ വീട്ടിൽ അതിക്രമിച്ച് കയറി ക്രൂരമായി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ കഴുത്തിനും നെഞ്ചിനും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. നിലവിളി കേട്ട അയൽവാസികളാണ് അവിടേക്ക് ആദ്യം ഓടിയെത്തിയത്. തുടർന്ന് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമാവുകയായിരുന്നു. പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് ഈ 5 വർഷത്തോളം പ്രവീണും പ്രവീണിന്റെ കുടുംബവും താമസിച്ചിരുന്നു. ആ സമയത്ത് തന്നെ പെൺകുട്ടിയായിട്ട് പരിചയമുണ്ടായിരുന്നു. ഇവർ മൊബൈൽ ഫോണിൽ സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുമായിരുന്നു. അത്തരത്തിൽ ഈ മൊബൈൽ ഫോണിൽ നിരന്തരം യുവാവ് പെൺകുട്ടിയെ ബന്ധപ്പെടുകയും പ്രണയാഭ്യർത്ഥന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പെൺകുട്ടി ഈ പ്രണയാഭ്യർത്ഥന ഒക്കെ നിരസിക്കുകയായിരുന്നു ചെയ്തത്. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി തന്റെ കുറച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ സോഷ്യൽ മീഡിയയിലെ ഫോട്ടോ കണ്ട് അതിൽ പ്രകോപിതനായ യുവാവ് പിന്നീട് പെൺകുട്ടി എപ്പോഴാണ് വീട്ടിൽ തനിച്ചുണ്ടാവുക എന്നുള്ളതൊക്കെ ഉറപ്പിച്ചതിന് ശേഷം രക്ഷിതാക്കളും മറ്റുമൊക്കെ പുറത്തുപോയ ആ സമയത്ത് വീടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു. ആ കയറിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു അരുങ്കൊല നടത്തിയിരിക്കുന്നത്. ഈ കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിൽ 2-ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ അശ്വിക പഠനവും മറ്റുമൊക്കെ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു അരുങ്കൊല ഉണ്ടായിരിക്കുന്നത്. പൊന്മുത്തു നഗറിലെ മലയാളി കുടുംബത്തിലെ കണ്ണൻ എന്ന വ്യക്തിയുടെ മകളാണ് ഈ 19-കാരിയായ അശ്വിക. ഓക്കെ, ശരി അരുൺ. അതേസമയം ദുരൂഹ സാഹചര്യത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു എന്ന വാർത്തയാണ് ആലപ്പുഴയിൽ നിന്ന് വരുന്നത്. പരിക്കേറ്റത് സമീപവാസികളായ യുവാക്കളുടെ മർദ്ദനത്തിലാണ് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ആലപ്പുഴ പുളിങ്കുന്ന് കുന്നുമ്മ സ്വദേശി സുരേഷ് കുമാറാണ് മരിച്ചത്. ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. സുധീഷ് ഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുധീഷ്, ഇതെന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാകുന്നില്ല. ഏതായാലും ഈ പരിക്കേറ്റ യുവാവിന് മരണം സംഭവിച്ചിരിക്കുന്നു. എന്താണ് ബന്ധുക്കൾ പറയുന്നത്? വീണ, സുരേഷ് കുമാർ എന്ന 30 വയസ്സുകാരനാണ് മരിച്ചത്. ഇദ്ദേഹം കഴിഞ്ഞ 20-ന് രാത്രിയിലാണ് മർദ്ദനമേൽക്കുന്നത്. ഇത് രാത്രിയിൽ വീട്ടിൽ ഉണ്ടായിരുന്ന സുരേഷിനെ ഫോണിൽ സമീപവാസികൾ വിളിച്ച് പുറത്തിറക്കി പുറത്തേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇത്തരത്തിൽ മർദ്ദനമേറ്റ് പിറ്റേന്ന് പുളിങ്ങുന്ന ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അതിനുശേഷം ശക്തമായ തലവേദനയും ക്ഷീണവും മറ്റും വന്നതോടെ ആലപ്പുഴ ജനറൽ ആശുപത്രി ചികിത്സ തേടി അവിടെ സ്കാനിങ് അടക്കം നടത്തിയപ്പോഴാണ് തലയോട്ടിക്ക് പൊട്ടലുണ്ടെന്നും തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടെന്നും കണ്ടെത്തിയത്. തുടർന്ന് പുഷ്പഗിരി ആശുപത്രിയിലേക്കും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകൾ ഉള്ളതായാണ് സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ച് ആരാണ് വിളിച്ചിറക്കിയെന്നുള്ളതിന്റെ തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം, കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ്
ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ബന്ധുക്കളും ഒരു സുഹൃത്തും പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് സംബന്ധിച്ച മൊഴി നൽകാനായി പോയിട്ടുണ്ട്. മറ്റു ബന്ധുക്കളെല്ലാം തന്നെ ഇപ്പോൾ കോട്ടയത്താണ് ഉള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമേ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകൂ. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം ഉള്ളത്. വീണ. അതേസമയം സുധീഷ്, ഈ ബന്ധുക്കൾ ഇങ്ങനെ ആരോപിക്കുന്നതിനൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഈ വിഷയം പോലീസിലുമൊക്കെ അറിയിച്ചിട്ടുണ്ടാകുമല്ലോ. ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണം ആ തരത്തിൽ ആ സമയത്ത് തന്നെ നടന്നിരുന്നില്ലേ? വീണ, പോലീസ് ആദ്യം പറയുന്നത് വളരെ പ്രായത്തിനിളയവരാണ് ഈ മർദ്ദിച്ചത്. അത് സുരേഷിന് മാനഹാനി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ബൈക്കിൽ നിന്ന് വീണെന്നാണ് വീട്ടുകാരോടും മറ്റും പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഉറ്റ സുഹൃത്തുക്കളോടും മറ്റും ഈ മർദ്ദനമേറ്റ കാര്യങ്ങൾ പറയുന്നത്. പിന്നീട് അയൽവാസിയായ ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ വന്ന് ഇത്തരത്തിൽ അസമയത്ത് ഇറങ്ങിയാൽ മർദ്ദനം ഉണ്ടാകുമെന്നടക്കം പറഞ്ഞ് കളിയാക്കുന്നതും കണ്ടിരുന്നു. ഇത് 21-ാം തീയതിയാണ് അത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം ചില സംഭാഷണങ്ങളും മറ്റു സുഹൃത്തുക്കളോട് സുരേഷ് പങ്കുവച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബന്ധുക്കൾക്ക് ഇത്തരത്തിൽ 20-ാം തീയതി രാത്രി മർദ്ദനമേറ്റു എന്ന് വ്യക്തമാകുന്നത്. അതിനുശേഷമാണ് ഈ വിവരം പോലീസിന് കൈമാറുന്നത്. സുധീഷ്, ഞാൻ ഇടപെട്ടോട്ടെ. ഈ സുരേഷിന്റെ സുഹൃത്ത് ടെലിഫോൺ ലൈനിലുണ്ട്. താങ്കൾക്ക് എന്തറിയാം? ഈ ഒരു സംഭവത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് മനസ്സിലായിട്ടുള്ളത്? മാഡം, 20-ാം തീയതി വൈകുന്നേരമാണ് ഈ സംഭവം നടന്നത്. 21-ാം തീയതി വൈകുന്നേരം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. തലയ്ക്ക് ചെറിയൊരു ആഘാതം ഏറ്റിട്ടുണ്ട്. അതിന് ഫ്ലൂയിഡ് ബ്ലഡുമായിട്ടാണ് ശരിക്കാത്തത് വന്നുകൊണ്ടിരുന്നത്. ഹലോ. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ ഈ ഒരു ഏതാണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ആശുപത്രിയിൽ എത്തിക്കുന്നത്. പിറ്റേ ദിവസമാണല്ലോ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. ഇതിനോടകം സുരേഷ് എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നോ? അന്ന് ആ സമയത്ത് പറഞ്ഞില്ലായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അവൻ വണ്ടിയിൽ നിന്ന് വീണു എന്നുള്ളതാണ് അറിഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞാണ് നമ്മൾ അറിഞ്ഞത് അവനെ മർദ്ദിച്ചതാണ് എന്നറിയുന്നത്. അപ്പോൾ ആരുടെയെങ്കിലും പേരുകൾ പറഞ്ഞിരുന്നോ? ആരുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന കാര്യം പറഞ്ഞിരുന്നോ? അവിടെ ഉള്ള ഒരാളുടെ പേര് പറഞ്ഞായിരുന്നു. നന്ദന്റെ മോൻ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പേരുകൾ ഉൾപ്പെടെ തന്നെയല്ലേ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്? പോലീസിൽ പരാതി തന്നെ നൽകിയിരിക്കുന്നത്. അത് തന്നെ. ഇപ്പൊ സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പോകാൻ വേണ്ടി പോവുകയാണ്. ഇതിപ്പോൾ സുരേഷ് കുമാറിന്റെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. അപ്പോൾ ഈ പേരുകളടക്കം ഇത്തരത്തിലൊരു ദുരൂഹ സാഹചര്യത്തിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ പോലീസ് ആ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഇല്ല, സ്റ്റേഷനിലേക്ക് നമ്മളിപ്പം കംപ്ലൈന്റ് ഓൾറെഡി വിളിച്ചു പറഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ബന്ധപ്പെട്ടവര് സ്റ്റേഷനിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങള് ഒരു 4 പേരുണ്ട്. അവരെ അപ്പന്റെ റിലേറ്റീവ് 2 പേരുണ്ട്. ഞങ്ങൾ 2 പേരുമായിട്ട് പോകാൻ വേണ്ടി ഇറങ്ങി ഇവിടുന്ന് അങ്ങോട്ട്. ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്ന കാരണം അങ്ങോട്ട് എത്താൻ ശകലം പാടാണ്. ഈ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നല്ലോ സുരേഷിന്. അപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സമയത്ത് പോലീസിൽ അറിയിച്ചിരുന്നില്ലേ? ആശുപത്രിയിലുള്ളവരോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരോ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവരോ പോലീസിൽ ആ സമയത്ത് അറിയിച്ചിരുന്നില്ലേ? ഇല്ല, പുഷ്പേരി ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. ഇന്നലെ വൈകുന്നേരമാണ് അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടുന്നാണ് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് പോകുന്നത്. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ആളുകൾ പോലീസുകാർ വന്നിരുന്നോ? ആശുപത്രിയിലേക്ക് വന്നിരുന്നോ? ഇല്ല, വന്നില്ല. അവര് പറഞ്ഞത് അവിടുന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടവരാരെങ്കിലും സ്റ്റേഷനിലേക്ക് വന്നിട്ട് കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതിനാണ് ഞങ്ങളിപ്പോ പോകുന്നത്. ഓക്കെ, ശരി. വളരെ നന്ദി പ്രതികരിച്ചതിന്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണ് എങ്കിൽ ഈ പരാതിയുമായി അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പോകുന്നതേ ഉള്ളൂ. ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് ഒരു പരാതിയായി ഇപ്പോൾ ഫോർവേഡ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ നേരത്തെ തന്നെ പോലീസ് ഈ വിഷയം അറിഞ്ഞിരുന്നതാണ്, പോലീസിനെ അറിയിച്ചിരുന്നതാണ്. അപ്പോൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് അവരുടെ നിഗമനങ്ങളെന്ന് വ്യക്തമല്ല. പക്ഷേ ഇതൊരു ദുരൂഹ സാഹചര്യത്തിലുള്ളൊരു മരണമാണ്. ചില കാര്യങ്ങൾ ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മർദ്ദനമേറ്റിട്ടുണ്ട് ഈ യുവാവിന് എന്ന കാര്യം. സമീപവാസികളായ യുവാക്കളുടെ മർദ്ദനത്തിലാണെന്നുള്ളത്. ആ പേരടക്കമാണ് അവർ പരാതി നൽകാൻ ഒരുങ്ങുന്നത്. ഏതായാലും സുരേഷ് കുമാറിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സുധീഷ് ഗോപാലാണ് നേരത്തെ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ മിന്നൽ ബസ് സമരം. രാവിലെയാണ് മിന്നൽ ബസ് സമരമൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം വലയ്ക്കുമെന്ന് നമുക്കറിയാം. ഒരു വിഭാഗം ബസ് ജീവനക്കാർ പണിമുടക്കുകയാണ്. പ്രദേശവാസിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ബസ് ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. സാനു വിവരങ്ങൾ നൽകും. സാനു, ഈ മർദ്ദനം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ എന്തിന് ഉണ്ടായി? ഇപ്പോൾ ഈ മിന്നൽ സമരം എങ്ങനെ ബാധിച്ചിരിക്കുന്നു?
പിന്നെ എന്തായാലും മിന്നൽ സമരം യാത്രക്കാരെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം സ്കൂളൊക്കെ തുറന്ന് വിദ്യാർത്ഥികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന ഒരു സമയത്താണ് ഈ സ്വകാര്യ ബസ്സുകളുടെ അല്ലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊരു മിന്നൽ സമരം തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ സംഭവത്തിലേക്ക് നയിച്ചൊരു കാര്യം, കഴിഞ്ഞ 21-ാം തീയതി കൊടുങ്ങല്ലൂർ പ്രദേശത്ത് സർവീസ് നടത്തുന്ന ബസ് കരിവന്നൂർ വലിയ പാലത്തിന് സമീപം സംസ്ഥാന പാതയിലെ അവിടെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുകയാണ്. ഈ ബസ്സിന്റെ മുന്നിൽ ഒരു കാർ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ കാറുകാരുമായിട്ട് ഈ ബസ് ഒരു സ്വകാര്യ ബസ്സിൽ ജീവനക്കാര് സംഘർഷത്തിലേർപ്പെട്ടു. ഇത് കണ്ടുനിന്ന സമീപവാസിയായിട്ടുള്ള ഒരാള് ഇവർക്ക് മധ്യസ്ഥത വഹിക്കാൻ എത്തുകയും ഷിഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം മധ്യസ്ഥത വഹിക്കാൻ എത്തുകയൊക്കെ ചെയ്തായിരുന്നു. തുടർന്ന് ഈ സ്വകാര്യ ബസ് ജീവനക്കാർ ഇദ്ദേഹത്തെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ മധ്യസ്ഥത വഹിക്കാൻ വന്ന ആ പ്രദേശവാസിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ മർദ്ദിക്കുകയും അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം ഈ സ്വകാര്യ ബസ് ജീവനക്കാർ ദൃശ്യങ്ങൾ പകർത്തി BGM ഒക്കെ ചേർത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. ഈ മർദ്ദനമേറ്റ വ്യക്തി ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഇദ്ദേഹം ഈ ചിത്രങ്ങളും ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഈ ബസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തതോട് കൂടിയിട്ടാണ് സമരത്തിലേക്ക് ഈ ബസ് ജീവനക്കാർ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും പോലീസിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ സംഘർഷം, അതായത് മധ്യസ്ഥത വഹിക്കാൻ എത്തിയ ആൾക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അടി അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാക്കിയ സാഹചര്യത്തിൽ കർശന നടപടി ഈ ബസ് ജീവനക്കാർക്കെതിരെ എടുക്കുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ മിന്നൽ സമരവുമായിട്ട് ഈ ബസ് ജീവനക്കാർ രംഗത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, സാനു വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും ബസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് അവർ മിന്നൽ സമരത്തിലേക്ക് പോയിരിക്കുന്നത്. ഏതായാലും ഇത് പൊതുജനങ്ങളെ വലച്ചിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം രാവിലെ എല്ലാവരും സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകുന്നൊരു സമയമാണല്ലോ. ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയ ചലച്ചിത്രം നീലക്കുയിലിന്റെ നാടകാവിഷ്കാരം നവ്യാനുഭവമായി. സമം ആർട്സിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കാർത്തിക തിരുനാൾ തിയേറ്ററിലാണ് നാടകം വീണ്ടും അരങ്ങിലെത്തിയത്. മുതിർന്ന നടൻ രാഘവൻ സമം ആർട്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 1954 ചന്ദ്രതാര പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ TK പരീക്കുട്ടി നിർമ്മിച്ച ചിത്രമാണ് നീലക്കുയിൽ. രാമു കാര്യാട്ട്, P ഭാസ്കരൻ എന്നീ പ്രതിഭകളുടെ സംവിധാന മികവിലാണ് ചിത്രം അഭ്രപാളിയിലെത്തിയത്. സത്യനും മിസ് കുമാരിയും P ഭാസ്കരനുമൊക്കെ പ്രധാന അഭിനേതാക്കളായി. മലയാളികളുടെ മനസ്സിൽ ഇന്നും ചിറകു വിരിച്ച് പറക്കുന്ന ആ നീലക്കുയിലിന്റെ നാടകാവിഷ്കാരമാണ് തിരുവനന്തപുരം ആസ്ഥാനമായി രൂപം കൊണ്ട പുതിയ കലാസാംസ്കാരിക സംഘടനയായ സമം ആർട്സിന്റെ ബാനറിൽ വീണ്ടും അരങ്ങിലെത്തിയത്. കാർത്തിക തിരുനാൾ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ നടി മായ വിശ്വനാഥ് മുഖ്യാതിഥിയായി. സംവിധായകൻ നേമം പുഷ്പരാജ്, നടൻ CP മേവട, പ്രേം നസീർ സുഹൃത്ത് സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷാ തുടങ്ങിയവർ സംബന്ധിച്ചു. ജിതേഷ് ദാമോദർ, സിതാര ബാലകൃഷ്ണൻ, സജന ചന്ദ്രൻ, വഞ്ചിയൂർ പ്രവീൺ കുമാർ, മഞ്ജിത്, ശ്രീലക്ഷ്മി, രജുല മോഹൻ, ശങ്കരൻകുട്ടി നായർ, മാസ്റ്റർ കാശിനാഥൻ എന്നിവരാണ് നാടകത്തിൽ അഭിനയിച്ചത്. നാടകരൂപാന്തരം RS മധുവും സംവിധാനം CV പ്രേംകുമാറുമാണ് നിർവഹിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ജനം. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മൂന്നാം മോദി സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് സമ്പൂർണ്ണ മന്ത്രിസഭായോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചിട്ടുണ്ട്. അത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ യോഗം കൂടിയാണ്. നന്ദഗോപൻ ചേരുന്ന വിവരങ്ങളുമായി. നന്ദൻ, വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ സമ്പൂർണ്ണ മന്ത്രിസഭായോഗം. മറ്റൊന്ന്, 1ാം വാർഷികത്തിലേക്ക് പോവുകയാണ്. 3ആം മോദി സർക്കാരിൻ്റെ 1ാം വാർഷികം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൂടി ആലോചനകൾ വരും. അങ്ങനെ എന്തൊക്കെ അജണ്ട? സിന്ധുവിന് ശേഷം ഇത് ആദ്യമായാണ് ക്യാബിനറ്റിന്റെ ഒരു പൂർണ്ണ യോഗം ചേരുന്നത്. നേരത്തെ ക്യാബിനറ്റിന്റെ സുരക്ഷാകാര്യ സമിതി ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം യോഗം ചേർന്നിരുന്നു. എന്നാൽ ഇതാദ്യമായി ഒരു പൂർണ്ണ മന്ത്രിസഭാ യോഗം നാളെ ചേരാനിരിക്കുകയാണ്. ഈ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമായും ഓപ്പറേഷൻ സിന്ധു സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. ഒപ്പം തന്നെ ഡിഫൻസ് മിനിസ്റ്റർക്ക് ഇതുമായി വിഷയങ്ങൾ സ്വാഭാവികമായും സംസാരിക്കാനുണ്ടാകും. ഇത്തരം വിഷയങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് കൃത്യമായി മന്ത്രിസഭയെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി നാളത്തെ മന്ത്രിസഭാ യോഗം ഉപയോഗപ്പെടുത്തും. ഒപ്പം തന്നെ 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ 1ാം വാർഷികം ആഘോഷിക്കുക, ആ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്
ഇതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രീതിയിൽ പ്രവർത്തകരെ ിലേക്ക് ഭരണ നേട്ടങ്ങൾ എങ്ങനെ വിവരിക്കണം, അല്ലെങ്കിൽ അത് എങ്ങനെ കൈമാറണം എന്നുള്ളത് കൃത്യമായി തന്നെ ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുന്നതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ലോക്സഭയുടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലോക്സഭയുടെ പ്രത്യേക അംഗങ്ങൾ അല്ലെങ്കിൽ ലോക്സഭയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക സമിതി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പുരോഗതിയും നാളെ നടക്കുന്ന ക്യാബിനറ്റിൽ ഈ ചർച്ച ചെയ്യുന്നതാണ് വ്യക്തമാകാൻ കഴിയുന്നത്. ഓക്കെ, ശരി നന്ദൻ. രാജ്യാന്തര തലത്തിലെ വാർത്തയിൽ അമേരിക്കയിലെ കൊളറാഡോയിൽ യഹൂദർക്കെതിരെ നടന്ന ആക്രമണം ആസൂത്രിതമെന്ന് FBI. ഉപയോഗിക്കാത്ത 16ഓളം സ്ഫോടക വസ്തുക്കൾ ഈ പ്രദേശത്തു നിന്നും കണ്ടെത്തിയതായും FBI അറിയിക്കുന്നു. 2 പെട്രോൾ ബോംബുകൾ പ്രകടനക്കാർക്കെതിരെ അക്രമി എറിഞ്ഞതായും പോലീസ് പറഞ്ഞു. ഇറ്റലിയിലെ എറ്റ്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ നിൽക്കവെയായിരുന്നു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ അഗ്നിപർവ്വതത്തിൽ നിന്നും ലാവയും പുകയും പടരുകയാണ്. ആളപായം ഇല്ല എന്നാണ് റിപ്പോർട്ട്. 2014 ശേഷമുള്ള ഏറ്റവും ശക്തമായ പൊട്ടിത്തെറിയാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. യൂറോപ്പിലെ സജീവമായ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് എറ്റ്ന. സംസ്ഥാനത്ത് നെല്ലിന്റെ താങ്ങുവിലയിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന വർധന കർഷകർക്ക് നൽകാതെ പിണറായി സർക്കാർ. 5 വർഷത്തിനിടെ നെല്ലുവിലയിൽ കേന്ദ്ര സർക്കാർ നൽകിയ വർധന 5 രൂപ 1 പൈസയാണ്. ഈ തുക സംസ്ഥാന സർക്കാർ പ്രൊഡക്ഷൻ ഇൻസെന്റീവിൽ കുറവ് ചെയ്താണ് കർഷകരെ ഇന്നും ചൂഷണം ചെയ്യുന്നത്. ജനം ബ്രേക്കിംഗ്. നമുക്കിൻ്റെ വിവരങ്ങളിലേക്ക് പോകാം. സുധീഷ് ഗോപാൽ ചെയ്യുന്നുണ്ട്. സുധീഷ്, തുടർച്ചയായി കർഷകരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിവരങ്ങൾ എന്താണ്? വീണ, ഒരു ഏക്കർ പാടം കൃഷി ചെയ്യുന്നതിനുള്ള ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരു ശരാശരി തുക, ആ ചിലവിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിച്ച് നൽകുന്നത്. അത് കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ ഒട്ടാകെയുള്ള ഈ കൃഷി ചിലവിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ വർധനവ് നൽകുന്നത്. അത്തരത്തിൽ നൽകിയ വർധനവിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 5 രൂപ 1 പൈസയാണ് നെല്ലിൻ്റെ താങ്ങുവിലയിലുണ്ടായ വർധനവ്. അങ്ങനെ 28 രൂപയിലധികമാണ് ഇപ്പോൾ 1 കിലോ നെല്ലിന് വില നൽകുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ ദേശീയ ശരാശരിയുടെ 222 ഇരട്ടിയാണ് ഇവിടുത്തെ കൃഷി ചിലവ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യത്തിൽ ഈ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവായി സംസ്ഥാന സർക്കാർ വില വർദ്ധിപ്പിച്ച് നൽകേണ്ട സാഹചര്യത്തിലാണ് കേന്ദ്രം നൽകുന്ന ഈ വില വർധനവ്. അത് പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവിൽ കുറവ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ആ ഒരു ആനുകൂല്യത്തിൻ്റെ നേട്ടം തട്ടിയെടുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഈ 5 രൂപ 1 പൈസ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച് നൽകുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നെല്ലിൻ്റെ വിലയിൽ ഒരു വർധനവും കർഷകർക്ക് ലഭിക്കുന്നില്ല. നെല്ല് വിലയായി ലഭിക്കുന്ന തുക അത് ആ ഇൻസെൻറ്റീവിൽ കുറവ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ആ ആനുകൂല്യം തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ 1 ഏക്കറിന് ഏതാണ്ട് 10,020 രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴത്തെ ഈ അമിതമായ കൂലിച്ചെലവും മറ്റ് എല്ലാ നെൽവിത്തിൻ്റെ അടക്കം രാസവളങ്ങളുടെ അടക്കം വില വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൃഷി തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ, വലിയ രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നേരിടുന്ന ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഭീകരമായ രീതിയിൽ ഇല്ലെങ്കിൽ ഒരു വലിയ ചൂഷണമാണ് കർഷകർക്ക് നേരെ ഉണ്ടാകുന്നത് എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പറഞ്ഞ ഇൻസെൻറ്റീവ് കുറവ് ചെയ്യാതെ കേന്ദ്രം വർദ്ധിപ്പിച്ച് നൽകുന്ന തുക നൽകിയിരുന്നെങ്കിൽ അവർക്ക് വലിയ നിലനിൽപ്പായിരുന്നു. ഒരുപക്ഷെ 1 ഏക്കറിൽ നിന്നും അവർക്ക് കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന ആകെ ലാഭം ഈ തുക മാത്രമായിരുന്നേനേയും എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത്തരത്തിലൊരു ലാഭം പോലും ഇല്ലാതെ അവർ പാരമ്പര്യമായി ചെയ്തു വരുന്ന ആ രീതിക്കനുസരിച്ച് കൃഷിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം. കുട്ടനാട്ടിലെ തന്നെ നെൽകർഷകരുടെ ഒരു അവസ്ഥ. ഇതേ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇതുകൊണ്ടുണ്ടാക്കുന്നത് വലിയ നേട്ടമാണ്. കാരണം 55 കോടി കിലോ നെല്ലാണ് കഴിഞ്ഞ സീസണിൽ സംസ്ഥാനത്ത് സപ്ലൈകോ വഴി സർക്കാർ സംഭരിച്ചത്. അതിൽ ഈ 55 കോടി കിലോയ്ക്കും 5 രൂപ 1 പൈസ വെച്ച് സംസ്ഥാന സർക്കാർ തട്ടിയെടുക്കുമ്പോൾ കോടികളുടെ ലാഭമാണ് കർഷകരിൽ നിന്നും സർക്കാർ തട്ടിയെടുക്കുന്നതെന്നതും വ്യക്തമാണ്. ഇത് വലിയ ചൂഷണമാണ്. ഇതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഇന്ന് കുട്ടനാട്ടിലെ കർഷകർ. ഇത് കുട്ടനാട്ടിലെ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെയുള്ള കർഷകർക്ക് നേരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന വലിയ ചൂഷണമാണ്. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കർഷകർക്ക് ഇന്നത് ചെയ്തു എന്ന് അവകാശപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ കേരളത്തിലെ കൃഷിച്ചെലവിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ച്
വർദ്ധിപ്പിച്ച് നൽകുകയും കേന്ദ്ര സർക്കാർ നൽകുന്ന തുക അത് അപ്പാടെ തന്നെ കർഷകർക്ക് നൽകാനുള്ള ഒരു സുമനസ്സും കാണിക്കണമെന്നത് തന്നെയാണ് കർഷകരുടെ ആവശ്യവും. വീണ. ഓക്കെ, പാലം നിർമ്മാണത്തിലൂടെ ദുരിതയാത്ര അനുഭവിക്കുകയാണ് തിരുവനന്തപുരം കല്ലിയൂരിലെ പ്രദേശവാസികൾ. വർഷങ്ങളായി ആരംഭിച്ച പണിതീരാത്ത കാക്കാമൂല ബണ്ട് റോഡിലെ പാലമാണ് ജനങ്ങൾക്ക് ദുരിതയാത്ര സമ്മാനിക്കുന്നത്. ബഡ്ജറ്റിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും 25 കോടി രൂപ വകയിരുത്തിയാണ് പാലം നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ വർഷം 7 കഴിഞ്ഞിട്ടും ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ദുരിതയാത്രയാണ്. നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 200-300 മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. കാക്കാമല ജംഗ്ഷനിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം അതിലേക്ക് ഇറങ്ങി ഒരു 5-6 കിലോമീറ്റർ ചുറ്റിയാണ് പൊയ്ക്കൊണ്ടുവന്നത്. ഇതിലേ വന്നത് ചെറിയൊരു ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വന്നു പോകുന്നത്. കാരണം ഈ വെള്ളക്കെട്ട് വരുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ബാലൻസ് പോയി കഴിഞ്ഞാൽ വെള്ളത്തിലാണ്. താൽക്കാലിക പാലം വേണമെന്നുണ്ട്, പക്ഷേ അത് നടക്കുന്നില്ല. എന്താണെന്നറിയത്തില്ല. ഇതിക്ക് മുമ്പ് സാങ്ഷൻ ആയതാണ്, പക്ഷെ എന്തോ അറിയത്തില്ല. ഇതിക്കും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു, മുട്ടുവരെ ഉണ്ടായിരുന്നു. ഇപ്പം 2 ദിവസത്തെ മഴ കുറഞ്ഞുകൊണ്ട് ഇത്രയെങ്കിലും ആയി നിൽക്കുന്നു. കറങ്ങിപ്പോണം ഒത്തിരി ദൂരം. ആ റോഡൊന്നും ശരിക്കും പൊളിഞ്ഞ് കിടക്കുക. അപ്പം വണ്ടി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ പോവാണ്ടേനെ ഇങ്ങനെ കറങ്ങി വരണ്ടേയോ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വികസനത്തിന് വേഗത കുറവ് മാത്രമല്ല, 39 ലക്ഷം രൂപ നടപ്പാത 3 മീറ്റർ നടപ്പാത നിർമ്മിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ BJP-കാർ ഒരു സമരം ചെയ്തപ്പം അവർ അത് സർക്കാരിൽ നിന്ന് അനുവദിക്കുകയും ആ രൂപ ഇവിടെ കാണാനില്ല. അവരൊരു 5 ലോറി പാറ വേസ്റ്റ് അങ്ങനെ ഇട്ടെങ്കിൽ പാവങ്ങൾ ജനങ്ങൾ നന്നായി പോകുമായിരുന്നു. അതുപോലും ചെയ്യാതെ കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സർക്കാർ. എന്തായാലും 3 മീറ്റർ വഴി ഈ രൂപ കൊണ്ട് നമുക്ക് നാട്ടുകാർക്ക് ക്ലിയറാക്കി കൊടുക്കണം. അതിന് മുൻകൈ എടുക്കണം. ഈ പദ്ധതി കൊണ്ടുവന്നവർ തന്നെ മുൻകൈ എടുത്ത് അത് ചെയ്തു തരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കാർഷിക മേഖല കൂടിയായ കല്ലൂരിലെ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും സ്കൂളിലേക്കും ആശുപത്രിയിലേക്കും എല്ലാം ഈ ദുരിതപ്പെയ്ത്തു താണ്ടിയാണ് പോകേണ്ടത്. പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്നതാണ് BJP അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളുടെയും ആവശ്യം. ജനങ്ങൾക്ക് വില്ലേജ് ഓഫീസിലായാലും പഞ്ചായത്ത് ഓഫീസിലായാലും യാതൊരാവശ്യത്തിനും വരുന്ന മഴക്കാലമായാൽ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ. അല്ലെങ്കിൽ 4 കിലോമീറ്ററോളം ചുറ്റിയാണ് കല്ലൂരിലെ വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും എത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇവിടെ പാലം വരുന്നത് നല്ലൊരു കാര്യമാണ്. കാര്യം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പാലം വരുന്നത് ഇവിടെ നല്ലൊരു കാര്യമാണ്. പക്ഷേ 2018 അനുവദിച്ച ഫണ്ട് ഇപ്പോൾ 2025 ഇത്രയും വർഷമായിട്ടും പാലത്തിൻ്റെ പണി നിങ്ങൾക്കിവിടെ കാണാം. ഇപ്പോൾ കുറേ പില്ലറുകൾ മാത്രമേ ഇപ്പോഴും ആയിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ മഴക്കാലത്ത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു ആംബുലൻസിന് പോലും പോകാൻ പറ്റാത്ത തരത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നാട്ടിൽ വികസനം വരണം, പക്ഷേ അതിന് വേഗത കൂടി വേണമെന്നത് മാത്രമാണ് പ്രദേശവാസികളുടെയും സാധാരണക്കാരുടെയും ആവശ്യമായി മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഈ തുഴഞ്ഞു പോകുന്ന ഇരുചക്ര വാഹനക്കാർ അവർ റോട്ടിലൂടെയാണോ അതോ വെള്ളയാണി കായലിലൂടെയാണോ വാഹനമോട്ടിക്കുന്നതെന്ന സംശയമാണ് ബാക്കി മാത്രമായി നിൽക്കുന്നത്. എന്തായാലും വേഗത്തിൽ പണി നടക്കട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ക്യാമറമാൻ അനു ജാനാവൂരിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. പാലക്കാട് കൊടുന്തിരപ്പുള്ളിയിൽ മകനെ കൊലപ്പെടുത്തിയ അച്ഛൻ പിടിയിൽ. അണ്ടലക്കാട് സ്വദേശി ശിവനാണ് അറസ്റ്റിലായത്. മദ്യപിച്ചെത്തി വീട്ടിൽ ബഹളമുണ്ടാക്കിയതിനാണ് മകൻ ഷിജിലിനെ ശിവൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. കാപ്പ കേസിലെ പ്രതിയാണ് ഷിജിൽ. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, വിവരങ്ങൾ എന്താണ്? ഇന്നലെയാണ് ഇത്തരത്തിലൊരു അരുംകൊല നടന്നത്. പാലക്കാട് കൊടുന്തിരപ്പള്ളിയിലാണ് മകനെ അച്ഛൻ വെട്ടി കൊലപ്പെടുത്തിയത്. കൊടുന്തിരപ്പള്ളി അണ്ടലങ്കാട് സ്വദേശിയായ ശിവനെയാണ് ഇപ്പോൾ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ ഈ മദ്യപിച്ചെത്തി വീട്ടിൽ ബഹളമുണ്ടാക്കിയതിനെ തുടർന്നാണ് മകൻ ഷിജിലിനെ ശിവൻ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ശിവൻ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. ഒളിവിൽ തുടരുന്നതിനിടെയാണ് പോലീസ് ശിവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട ഷിജിലിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഈ ഷിജിൽ കാപ്പ കേസിൽ ഉൾപ്പെടെ പ്രതിയാണ്. പിന്നീട്
ജാമ്യത്തിനൊക്കെ ഇറങ്ങി വീട്ടിൽ എത്തിയ സമയത്താണ് ഇങ്ങനെ മദ്യപിച്ചെത്തി വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ആ സമയത്താണ് ഈ അച്ഛൻ ശിവൻ മകനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ശരി. കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റിക്ക് പണം പിരിക്കാൻ എന്തധികാരമെന്ന് ഹൈക്കോടതി. ഭക്തരിൽ നിന്ന് പണം പിരിച്ച സംഭവം കുറ്റകരമാണെന്ന് ദേവസ്വം ബെഞ്ച് ഓർമ്മിപ്പിച്ചു. CPM പ്രാദേശിക നേതൃത്വത്തിന്റെ കീഴിലാണ് ഉത്സവാഘോഷ ഉപദേശക സമിതികൾ. കടയ്ക്കൽ ദേവീക്ഷേത്ര ഉത്സവാഘോഷ സമിതി അനധികൃതമായി ഭക്തരിൽ നിന്നും പണം പിരിച്ച നടപടി കുറ്റകരമെന്നാണ് ഹൈക്കോടതിയുടെ വാക്കാലുള്ള പരാമർശം. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ വിപ്ലവ ഗാനാലാപനം നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ നിർണായക പരാമർശം ഉണ്ടായത്. ഉപദേശക സമിതിക്ക് പുറത്തുള്ളവരാണ് ആഘോഷ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നും പ്രസ്തുത കമ്മിറ്റിക്കാണ് ഉത്സവ നടത്തിപ്പിന്റെ ഉത്തരവാദിത്തമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉപദേശക സമിതിയിൽ അല്ലാത്ത ആളുകൾ പണപ്പിരിവ് നടത്തിയത് വ്യക്തമാണെന്ന് പറഞ്ഞ ദേവസ്വം ബെഞ്ച് സമിതിയിലെ ആളുകൾ രാഷ്ട്രീയ പിന്തുണ ഉണ്ട് എന്നതിന്റെ പേരിൽ ഇത്തരം നടപടികൾ ചെയ്യാൻ പാടില്ലെന്നും കുറ്റപ്പെടുത്തി. ഉത്സവാഘോഷ സമിതിക്ക് പണപ്പിരിവ് നടത്താൻ എന്തധികാരമെന്നും ഹൈക്കോടതി ചോദ്യമുന്നയിച്ചു. CPM പ്രാദേശിക നേതൃത്വത്തിന്റെ കീഴിലാണ് കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവാഘോഷ ഉപദേശക സമിതികൾ. CPM ലോക്കൽ സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രോപദേശക ഉത്സവാഘോഷ സമിതികൾ അനധികൃതമായി പണപ്പിരിവ് നടത്തിയെന്നതാണ് കോടതിയുടെ വിമർശനത്തിന് കാരണമായത്. ക്ഷേത്രോപദേശക സമിതി എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കാലതാമസം വരുത്തുന്നതിലും അതൃപ്തി പ്രകടിപ്പിച്ച ദേവസ്വം ബെഞ്ച് ക്ഷേത്രത്തിലെ വിപ്ലവഗാനാലാപനം നടത്തിയത് ചോദ്യം ചെയ്തുള്ള ഹർജി 10 ദിവസത്തിന് ശേഷം പരിഗണിക്കാനായി മാറ്റി. ജനം, കൊച്ചി. ബുള്ളറ്റിനെതിരെ ബുള്ളറ്റിൽ നമ്മൾ കണ്ടതാണ് രാമാനന്ദിന്റെയും സംഘത്തിന്റെയും യാത്ര തുടങ്ങിയത്. ഇപ്പോൾ അവരെവിടെ എത്തിയെന്ന് നമുക്കറിയണ്ടേ? LOCയിലേക്ക് നമ്മളും ഈ സംഘത്തിനൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്നത് പോലെയാണ്. ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ എന്ന മുദ്രാവാക്യവുമായി കാലടി ശ്രീശങ്കര ജന്മസ്ഥാനത്ത് നിന്നും കശ്മീരിലേക്കുള്ള ചലോ LOC യാത്ര 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 10 വനിതകൾ ഉൾപ്പെടെയുള്ള സംഘമാണ് കശ്മീരിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. യാത്ര ഇന്ന് ആന്ധ്രാപ്രദേശിലെ സോമലദൊഡിയിൽ എത്തി നിൽക്കുകയാണ്. ദേശീയോദ്ഗ്രഥനം എന്ന ആശയത്തെ മുൻനിർത്തിയുള്ള യാത്ര പുരോഗമിക്കുകയാണ്. നമുക്ക് ഇന്നും വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ടീം ക്യാപ്റ്റൻ R രാമാനന്ദനും സംഘവും ചെയ്യുന്നുണ്ട്. രാമാനന്ദ, ആന്ധ്രാപ്രദേശിലെത്തി. ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഏതാണ്ട് സേലത്തിനടുത്തുള്ളൊരു സ്ഥലത്തായിരുന്നു. ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ആന്ധ്രാപ്രദേശിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അതുവരെയുള്ള യാത്ര? അതിഗംഭീരായിരുന്നു. ഇന്നലെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇന്നലെ വിളിക്കുന്ന സമയത്ത് ഞങ്ങള് സേലത്തിനടുത്തായിരുന്നു. അതിനുശേഷം ശാന്തിഗിരി ആശ്രമം, ഹൊസൂരുള്ള ശാന്തിഗിരി ആശ്രമത്തിലായിരുന്നു ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ശരിയാക്കിയിരുന്നു. അവര് വലിയ അവിടുത്തെ സ്വാമി ജ്ഞാന തപസ്സി, അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടിയാണ് നമ്മളോട് പ്രതികരിച്ചത്. ഞങ്ങൾക്കും വരാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. വളരെ നല്ല ഭക്ഷണമായിട്ട് ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ആശ്രമത്തിന് ഇത്രയും വലിയൊരു മൂവ്മെന്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യത്തിൽ നിൽക്കുന്നുവെന്നാണ്. അതിനുശേഷം ഹൊസൂർ വെച്ച് വലിയൊരു സ്വീകരണ പരിപാടി ഉണ്ടായി. അവിടെ ഒരു ഹിന്ദു സേവാ പരിവാർ എന്ന് പറഞ്ഞ സംഘടന വലിയൊരു സ്വീകരണ പരിപാടി ഹൊസൂർ വെച്ച് ചെയ്തു. അതിനുശേഷം ഞങ്ങള് ബാംഗ്ലൂരിലേക്ക് വന്നു. അവിടെ സർജാപൂർ സിറ്റിസൺ ഫോറവും സമന്വയ എന്ന് പറയുന്ന സംഘടനയും ചേർന്ന് വലിയ സ്വീകരണ പരിപാടി, റോഡ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 200ഓളം ആളുകൾ പങ്കെടുത്ത വലിയ പരിപാടിയായിരുന്നു. വേറെ ബൈക്കുകളൊക്കെ ആയിട്ട് വലിയ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അവര് പാക്ക് ചെയ്ത് തന്നിട്ടു. ഇടയ്ക്ക് വെച്ച് കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ഒക്കെ ചെയ്തു. കാണിക്കട്ടെ? തീർച്ചയായിട്ടും. രാമാനന്ദ്, ഓരോ ദിവസം കഴിയും തോറും അല്ലെങ്കിൽ ഓരോ പോയിന്റുകൾ കഴിയും തോറും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകരണം ഒരു പക്ഷെ നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള സ്വീകരണമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓരോ സ്ഥലത്തു നിന്നും ആളുകളുടെ പ്രതികരണം ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ അവർ കൂടാനുള്ള സന്നദ്ധതയൊക്കെ കാണിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്നലെയൊക്കെ ഗംഭീര പ്രതികരണമായിരുന്നു. നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ആളുകൾ തടിച്ചുകൂടുകയും ആളുകൾ എല്ലാവരും വലിയ സന്തോഷത്തിൽ, സ്നേഹത്തിൽ അവർ നമുക്ക് തരുന്ന ആ സ്നേഹം, കരുതൽ, ആദരവ് ഒക്കെ എന്താ പറയാ, അൺപാരലൽഡ്.
തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശമുണ്ടല്ലോ, അതിനുള്ള സ്വീകരണം തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നുള്ള തർക്കമില്ല. അത് ഏത് തരത്തിലായാലും ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുമുണ്ട്. അതെ അതെ അതെ, ഗംഭീരമായിട്ട് പോകുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. മൂന്നാമത്തെ ദിവസം അങ്ങനെ പ്രത്യേകിച്ച് ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ആരും പറഞ്ഞായിട്ട് കാണുന്നില്ല. നമുക്ക് സമയമൊക്കെ എല്ലാ സ്ഥലത്തും ഒരുപോലെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ട് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മള് ഏതാണ്ട് പുട്ടപർത്തിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ്. ആന്ധ്രാപ്രദേശിലെ സോമലദൊഡ്ഡി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതെ 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 അതെ. അവിടെ എന്താണ് ഇന്നിനിപ്പോൾ അവിടെ കൂടുതൽ ആളുകളെ കാണുന്നുണ്ടോ? എന്താണ് അവിടെ എങ്ങനെയാണ് നിങ്ങൾ ഈ സോമലദൊഡ്ഡിയുടെ ഒരു പ്രത്യേകത എന്താണ്? ഇല്ല, ഇവിടെ ഞങ്ങൾ ആരെയും കാണാൻ വേണ്ടി നിന്നല്ല. ഇവിടെ നമ്മുടെ ലൈവ് ഉള്ളതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ എല്ലാവരും ഒത്തുചേർന്നാണ്. നമുക്കൊരു പിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ആ പിറ്റ് സ്റ്റോപ്പ് ഇപ്പം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ പുത്തമ്പുലരിയുടെ ലൈവിന്റെ സമയത്താണ്. ആ സമയത്താണ് ഞങ്ങൾ എല്ലാവരും കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ആണത്. അത് ഞങ്ങൾക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് രാമാനന്ദ്. ഇത്രയും നല്ലൊരു സന്ദേശവുമായി നിങ്ങൾ പോകുമ്പോൾ അതിനൊപ്പം ഞങ്ങൾക്കും ഇങ്ങനെ യാത്ര ചെയ്യാൻ കഴിയുക. ഞങ്ങൾ പ്രേക്ഷകരോട് പറയുകയായിരുന്നു, പ്രേക്ഷകരും ഒപ്പം നിങ്ങളുടെ സംഘത്തിനൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് LOC വരെ എന്ന്. ഏതായാലും ഇനി അടുത്ത പോയിന്റ് എവിടെയാണ് നിങ്ങൾ നിങ്ങൾക്ക് സ്വീകരണം ലഭിക്കുന്ന അടുത്ത പോയിന്റ് എവിടെയാണ്? അടുത്ത പോയിന്റിൽ അനന്ത്പൂരിൽ നമുക്ക് ഒരു ഭക്ഷണമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് ഇനി ഒരു 100 കിലോമീറ്ററും കൂടെ സഞ്ചരിക്കണം. അതിനുശേഷം നമ്മൾ കർണൂലിലേക്കാണ് പോകുന്നത്. കർണൂലിൽ അവധൂത നാഥാനന്ദജിയുടെ സിദ്ധഗഞ്ചിലാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. അവിടെ ഗംഭീര സ്വീകരണ പരിപാടിയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഞങ്ങളെ റിസീവ് ചെയ്യാൻ വേണ്ടി റൂട്ടിലേക്ക് വരുന്നുണ്ടാവും. അതൊക്കെയാണ് ഇന്ന് ഉച്ച വരെയുള്ള പരിപാടികൾ. ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിൽ വലിയ റോഡ് ഷോ ഉണ്ട്. 2-2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റോഡ് ഷോവിന് ശേഷം നമ്മൾ ഭാഗ്യനഗറിൽ കാലടി ശങ്കര ആശ്രമത്തിലേക്ക് പോകുന്നുണ്ടാവും. അപ്പൊ ഇന്ന് രാത്രി എവിടെയാണ് നിങ്ങൾ യാത്ര അവസാനിപ്പിക്കുക? ഇന്ന് രാത്രി കാലടി ശങ്കര മഠത്തിലാണ് താമസം. ശൃംഗേരി ശങ്കര മഠത്തിലാണ് താമസം. അപ്പോൾ പറയൂ, നാളെ രാവിലെ നമ്മൾ എവിടെ വെച്ച് കണ്ടുമുട്ടും? പുത്തൻപുലരി പ്രേക്ഷകരും രാമാനന്ദം സംഘം നാളെ രാവിലെ ഓൺ ദ വേ ടു നാഗ്പൂർ ആയിരിക്കും. നാഗ്പൂരിലേക്ക് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടും. ഉറപ്പായിട്ടും ഞങ്ങൾ പ്രേക്ഷകരും കാത്തിരിക്കും. നിങ്ങളുടെ സംഘത്തിന് എല്ലാവിധ ഭാവുകങ്ങൾ നേരുന്നു. വീണ്ടും യാത്ര തുടരുക, നല്ലൊരു സന്ദേശം പങ്കുവയ്ക്കുക. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ സോമലദൊഡ്ഡി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി നിൽക്കുകയാണ് ഈ സംഘം. അവർ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പുത്തൻപുരയിൽ എല്ലാ ദിവസവും ഈ സംഘം നമ്മോടൊപ്പം എത്തുന്നുണ്ട്. അത് LOC വരെ തുടരുകയും ചെയ്യും. നമുക്കുമൊപ്പം ഈ ശക്തമായൊരു സന്ദേശവും കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഇവർക്കൊപ്പം യാത്ര ചെയ്യാം. കാലിക്കറ്റ് രജിസ്ട്രാറെ ഹിയറിംഗിന് വിളിച്ചു വരുത്തുന്നതിൽ നിന്നും പിന്മാറി സർക്കാർ. ചട്ടവിരുദ്ധമായി ഉന്നത വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയുടെ മുമ്പാകെ കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാറെ വിളിച്ചു വരുത്തി വിശദീകരണം തേടാനുള്ള നീക്കമാണ് സർക്കാർ ഉപേക്ഷിച്ചത്. തിരിച്ചടി ഭയന്നാണ് പിന്മാറ്റമെന്നാണ് സൂചന. നാളെ ഹിയറിംഗിന് എത്തണമെന്ന സർക്കാർ നിർദ്ദേശം പിൻവലിക്കണമെന്ന് സ്പെഷ്യൽ സെക്രട്ടറിക്ക് VC കത്തയച്ചു. വിവരങ്ങളിലേക്ക് പോകാം. പ്രജിത് മോഹനൻ ചേർന്നു. പ്രജിത്ത്, എന്താണ് വിവരങ്ങൾ? ഈ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ വിളിച്ച് ഉന്നത വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിക്ക് മുന്നിൽ ഹാജരാകണമെന്നൊരു നിർദ്ദേശം സർക്കാർ തലത്തിൽ നൽകിയിരുന്നു. ഈ നിർദ്ദേശമാണ് വലിയ വിവാദമായതും പിന്നാലെ സർക്കാർ ഇപ്പോൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതും. ഈ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് മുന്നിൽ രജിസ്ട്രാർ ഹാജരാകണമെന്ന നിർദ്ദേശം തൽക്കാലം സർക്കാർ മരവിപ്പിച്ചിരിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടറുടെ നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിലൊരു വിളിച്ചു വരുത്തലിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ നിയമനവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ മന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിക്ക് മുൻപിൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇത് ചട്ടവിരുദ്ധമാണെന്ന് പല കോണിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള പരാതികളോ ആരോപണങ്ങളോ ക്രമക്കേടുകളോ ഉണ്ടായാൽ അതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും വിളിച്ചു വരുത്താനും വിശദീകരണം തേടാനും ഒക്കെ അധികാരമുള്ളത് ചാൻസലർ കൂടിയായ ഗവർണർക്ക് മാത്രമാണ്. ഇതിൽ മന്ത്രിക്കോ സർക്കാരിനോ ഏതെങ്കിലും തരത്തിലുള്ള അധികാരങ്ങളില്ല എന്നിരിക്കുകയായിരുന്നു ഈ ചട്ടവും നിയമവും ഒക്കെ മറികടന്നുള്ള മന്ത്രിയുടെ നടപടി. നേരത്തെ സാങ്കേതിക സർവകലാശാലയിലും സമാനമായ ഇടപെടലിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ശ്രമം നടത്തിയിരുന്നു. സമാനമായ രീതിയിലാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഒരു ഇടപെടലിനുള്ള ശ്രമം ഉണ്ടായത്. എന്നാൽ വലിയ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി അതിൽ നിന്ന്
പിന്മാറുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അത് ഇപ്പോൾ സർക്കാർ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് കാര്യം. മറ്റൊരു കാര്യം പറയാനുള്ളത്, സർക്കാർ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയെങ്കിലും അത്തരമൊരു ഹിയറിങ്ങിന് ഹാജരാകേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം രജിസ്ട്രാർക്ക് VC തന്നെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ടുള്ള പ്രൊഫസർ പി രവീന്ദ്രൻ തന്നെ നൽകിയിട്ടുണ്ട്. ഡോക്ടർ പി രവീന്ദ്രൻ തന്നെ നൽകിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ചട്ടവിരുദ്ധമായ അത്തരമൊരു നടപടിയിലേക്ക് പോകണ്ട എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്തായാലും സർക്കാർ നിർദ്ദേശം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് വൈസ് ചാൻസലർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിക്ക് ഒരു കത്തും നൽകിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിലെ സർവകലാശാലകളിൽ അതിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ അധികാരപരിധിക്ക് അപ്പുറത്തേക്കുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളെ സ്വന്തം രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് വിധേയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതെന്ന് നമുക്കറിയാം. എന്തായാലും അതിൽ നിന്ന് അത്തരത്തിൽ നടത്തിയിട്ടുള്ള ഒരു നീക്കത്തിൽ നിന്ന് ഒടുവിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ പിന്മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ പുതിയ സവിശേഷമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതായാലും തിരിച്ചടി ഭയന്നാണ് എന്ന് പറഞ്ഞല്ലോ പ്രജിത്ത്. അപ്പോൾ ഈ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിലൊരു വ്യക്തത സർക്കാരിന് തന്നെ വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ അടുത്ത നീക്കമായി നമ്മൾ എന്ത് കാണണം? നിലവിലത്തെ സാഹചര്യത്തിൽ തുടർ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുമോ എന്നുള്ളതിൽ വ്യക്തതയില്ല. കാരണം ഒരു നിർദ്ദേശം നൽകുന്നു, ആ നിർദ്ദേശത്തിന് തങ്ങൾക്ക് അധികാരമില്ല എന്നുള്ളത് ബോധ്യമായിരിക്കുന്നു. അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ തന്നെ പോയിരിക്കുന്നു. ആ നിർദ്ദേശം നടപ്പിലാകേണ്ട എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. കാരണം സർക്കാരിന് അധികാരമില്ലാത്തൊരു വിഷയത്തിൽ അതിൽ യൂണിവേഴ്സിറ്റി VC തന്നെ ആ തരത്തിൽ രജിസ്ട്രാറോട് ഹാജരാകേണ്ട എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുള്ള സാഹചര്യമുണ്ട്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ആ നിർദ്ദേശം മറികടന്ന് വീണ്ടും സർക്കാർ ഈ രജിസ്ട്രാറെ വിളിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ്. നിലവിൽ നിയമപരമായിട്ടുള്ള ഈ ചർച്ചകളൊക്കെ എന്തായാലും ഈ വിഷയത്തിൽ നടക്കുമെന്നുള്ള ഉറപ്പാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതിൻ്റെ കൂടുതൽ സാധ്യതകളൊക്കെ തേടാനുള്ള ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം എന്നുള്ളത് ഇതിലൊരു രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ മന്ത്രിക്ക് എടുക്കുന്ന ഒരു നിലപാട് കൂടി ഇതിനെ ബാധിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. എന്തായാലും സർക്കാരിന് വലിയ നാണക്കേട് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതായിരുന്നു. ഈ രജിസ്ട്രാറെ വിളിച്ചു വരുത്തിയാൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന നിയമ നടപടികളും അധികാരത്തിൻ്റെ പരിമിതികളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാർ നിലവിൽ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. വീണ. ഓക്കെ, ശരി പ്രജിത്ത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കൂടില്ലക്കാവ് ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായി. സമൂഹ പൊങ്കാലയോടുകൂടിയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പരിസമാപ്തിയായത്. സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ളയുടെ കുടുംബക്ഷേത്രത്തിന് മാർത്താണ്ഡവർമ്മയുടെ ഒളിവുകാല ചരിത്രവുമായും ബന്ധമുണ്ട്. അഞ്ഞൂറിലധികം വർഷം പഴക്കമുണ്ട് കൂടില്ലക്കാവ് ക്ഷേത്രത്തിന്. കളരിത്തറയിൽ തുടങ്ങി വച്ചാരാധനയ്ക്കു കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ ക്ഷേത്രം സ്വരൂപമായി. ദേശദേവത കൂടിയായ കൂടില്ലക്കാവ് കുടുംബപരദേവത ചാമുണ്ടേശ്വരി ഭവത്തിൽ ശ്രീ മഹാഗണപതിയോടൊപ്പം ഭവ്യമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കൂടില്ലക്കാവ് സ്വദേശാഭിമാനി കൃഷ്ണപിള്ളയുടെ ചിരകാലാഭിലാഷമായ ചാമുണ്ഡി ദേവിയുടെ പ്രതിഷ്ഠയും ഉപദേവത ഗണപതി, ലക്ഷ്യമ്മ, തമ്പുരാൻ, യോഗീശ്വരൻ എന്നിവരുടെ പ്രതിഷ്ഠയും സമാഗമായിരിക്കുകയാണ്. സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ളയുടെ കുടുംബ വീടായ കൂടില്ലക്കാവിനോട് ചേർന്ന് തന്നെയാണ് ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. രാമകൃഷ്ണപിള്ളയുടെ വലിയ ആഗ്രഹമായിരുന്നു ക്ഷേത്ര പുനരുദ്ധാരണം സാധ്യമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുടുംബത്തിലെ അംഗങ്ങൾ. നമ്മുടെ കൂടില്ലക്കാവിലെ പൂർവികര ജീവിത അഭിലാഷമാണ് നമ്മൾ പൂർത്തീകരിച്ചത്. നമ്മുടെ എല്ലാവർക്കും സഹായ സഹകരണത്തോടെയാണ് എല്ലാവരും ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഒരു ജീവിതാഭിലാഷമായിരുന്നു ഈ ഒരു ക്ഷേത്രം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പൂർവികർ ഇത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ തലമുറ അതിന് തുടക്കം കുറിച്ചു. ഈ തലമുറയിലുള്ള ഞങ്ങളിത് പൂർത്തീകരിച്ചു. ജീവിതാഭിലാഷമായിരുന്നു ശ്രീ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ. കാലങ്ങളായി കാത്തിരുന്ന ക്ഷേത്രസവിധം പൂർത്തിയാക്കിയത് ആയുസ്സിന്റെ പുണ്യമെന്നും കൂടില്ലക്കാറുകാർ പറഞ്ഞു വയ്ക്കുന്നു. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ക്ഷേത്രം ഇങ്ങനെ ഉയർന്നു കാണണമെന്ന്. അതിന്ന് രാവിലെ സാഫല്യം അടഞ്ഞു. അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമാണ് പൂർത്തീകരിച്ചത്. സ്വദേശാഭിമാനിയുടെ കുടുംബക്ഷേത്രത്തിനൊപ്പം മാർത്താണ്ഡപിള്ള ഒളിവിൽ കഴിഞ്ഞതിൻ്റെ വിസ്മരിക്കപ്പെട്ട ചരിത്രവും കൂടില്ലക്കാവിനുണ്ട്. തിരുവിതാംകൂറിൻ്റെ ചരിത്ര വഴിയിലെ 2 മഹാരഥന്മാരുടെ ഇതിഹാസ ജീവിതത്തിൻ്റെ ഭാഗമായതും വല്ലാത്തൊരു അപൂർവത. ചരിത്ര പ്രസിദ്ധമായ ഒരു നാഗർകാവും
ക്ഷേത്രവും ഉണ്ടായിരുന്നു. ഈ കാവിന് ഉദ്ദേശം 500-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുണ്ടായിരുന്നു. അത് രാജഭരണ സമയത്തുള്ള ഒരു നാർക്കാവും ഒരു ക്ഷേത്രവും ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ പഴയ പൂർവികർ തുടങ്ങി വെച്ച ആ ക്ഷേത്രത്തിനെയാണ് നമ്മളിപ്പോൾ സാക്ഷാത്കരിച്ചത്. മെയ് 29 മുതൽ ജൂൺ 2 വരെ നീണ്ടുനിന്ന പ്രതിഷ്ഠാ മഹോത്സവം കലശപൂജയോടും സമൂഹ പൊങ്കാലയോടും കൂടിയാണ് സമാപിച്ചത്. കുടില്ലക്കാവിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരുമടക്കം നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം. പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികൾ എത്താത്തതിനെ തുടർന്ന് കോഴിക്കോട് പേരാമ്പ്ര ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂൾ പൂട്ടി. സ്കൂളിൽ മുൻപ് ഉണ്ടായിരുന്ന 3 കുട്ടികൾ മറ്റൊരു സ്കൂളിലേക്ക് TC വാങ്ങിപ്പോയതോടെയാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ സ്കൂളിന് താഴിടേണ്ടി വന്നത്. പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ മറ്റു വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ ചേർക്കാൻ മടിച്ചതോടെയാണ് സ്കൂളിൽ ഈ കുട്ടികളുടെ കുറവ് വന്നത്. പേരാമ്പ്രയിലെ വെൽഫെയർ സ്കൂളും നവാഗതരായ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ കാത്തിരുന്നു. എന്നാൽ ഇത്തവണ 9ാം ക്ലാസ്സിൽ പ്രവേശനം നേടാൻ ഒരു കുട്ടി പോലും എത്തിയില്ല. അതോടെയാണ് സ്കൂൾ അടച്ചുപൂട്ടേണ്ടി വന്നത്. 1ാം ക്ലാസ്സിലെ നവാഗതരായ വിദ്യാർത്ഥിയും LKGയിലെ 3 പേരുമടക്കം സ്കൂളിൽ പഠിച്ചിരുന്നത് ആകെ 6 വിദ്യാർത്ഥികളായിരുന്നു. എന്നാൽ ഇവർ കൂടി TC വാങ്ങിപ്പോയതോടെയാണ് സ്കൂൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നത്. 4 വർഷം മുമ്പ് സ്കൂളിൽ 21 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ എണ്ണം കുറഞ്ഞു. ചെർമലയിലെ സാംബവ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനമായി സ്കൂൾ മാറി. സാംബവ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് മറ്റു വിഭാഗത്തിലെ കുട്ടികളെ രക്ഷിതാക്കൾ ചേർക്കുന്നില്ല എന്ന ആരോപണവും ഉയർന്നുവന്നു. വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ അധ്യാപകർ കിണഞ്ഞു പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ലെന്നതാണ് വാസ്തവം. പാർക്ക്, ടൈൽ പാകിയ തറ, ഫാനുള്ള ക്ലാസ് മുറികൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സ്കൂളിൽ കുട്ടികൾ മാത്രമില്ല. ജനം, കോഴിക്കോട്. പൊട്ടിപ്പൊളിഞ്ഞ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകിയതായി പരാതി. കൊല്ലം പള്ളിമൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടമാണ് ക്ലാസുകൾ ആരംഭിച്ചിട്ടും ശോചനീയാവസ്ഥയിലുള്ളത്. ഫണ്ട് ഉണ്ടായിട്ടും കാലാനുസൃതമായി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. ഇതോടെയാണ് കുട്ടികളുടെ മാതാപിതാക്കളുമൊക്കെ ആശങ്കയിലായിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന പള്ളിമൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 37 വർഷത്തിലധികം പഴക്കമുള്ള സ്കൂൾ കെട്ടിടമാണിത്. നവീകരണമില്ലാതെ കെട്ടിടത്തിന്റെ പല ഭാഗവും പൊട്ടിപ്പൊളിഞ്ഞും കാടുപിടിച്ചും കിടക്കുന്നു. ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ ക്ലാസുകളാണ് ഇവിടെ നടക്കുന്നത്. സാധാരണ വേനലവധിക്കാലത്ത് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്. അതിനായി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചതായാണ് വിവരം. എന്നാൽ ഈ സ്കൂളിലെ നവീകരണ പ്രവർത്തനങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. മറ്റു കെട്ടിടങ്ങൾക്ക് പുതുമയുണ്ടെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഈ കെട്ടിടത്തിൽ മതിയായ പരിശോധന നടത്താതെ ഫിറ്റ്നസ് നൽകിയതായാണ് പരാതി. പക്ഷേ ഈ കെട്ടിടത്തിന് കഴിഞ്ഞ വർഷം ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ആയിട്ട് ഒരു 15 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചായിരുന്നു. അപ്പോൾ അതിന്റെ പണി ഏകദേശം കോൺട്രാക്ടർക്ക് ജൂൺ മാസം 27 സമയം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുട്ടികളെ എടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പല ക്ലാസ് റൂമുകളും ഈ മഴവെള്ളത്തിൽ തന്നെ കുറേ നിങ്ങൾ കാണും നിങ്ങളത് കുറച്ച് പിടിച്ചു കയറിയിട്ടുണ്ട്. അപ്പം നമ്മളിത് ആദ്യത്തെ ഫസ്റ്റ് 3 ക്ലാസ് റൂമുകൾ വൃത്തിയാക്കിയിരുന്നത് നല്ലതായിരുന്നു. പക്ഷെ അതുപോലും വൃത്തിയാക്കിയിട്ടില്ല. HM റൂം അടക്കം വൃത്തിയാക്കിയിട്ടില്ല. പക്ഷേ എന്നിട്ട് ആ ഒരു ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു അധ്യയന വർഷം കൂടെ ആരംഭിച്ചപ്പോൾ രക്ഷിതാക്കളും ആശങ്കയിലാണ്. പരാതികൾക്കൊടുവിലാണ് പകുതിയിൽ നിലച്ച മേൽക്കൂരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിച്ചത്. ക്ലാസ് തുടങ്ങിയതോടെ കുട്ടികൾക്കും ഇത് ബുദ്ധിമുട്ടാവുകയാണ്. ഒരു കാലത്ത് പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ നവീകരണ പ്രവർത്തനങ്ങൾ പോലും നടത്തിയിരുന്നത്. ഞാനാണെങ്കിൽ 1986 ഈ സ്കൂൾ വിട്ടു പോയതാണ്. എങ്കിൽ പോലും മുഴുവൻ സമയം സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിലും ഈ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് പങ്കാളിത്തവും നമ്മളുടെ പരിമിതികൾക്കപ്പുറത്ത് സജീവമായിട്ടുള്ള പങ്കാളിത്തവും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ കൊറോണയുടെ കാലഘട്ടം കഴിഞ്ഞ ശേഷം സ്കൂളിന്റെ പ്രവേശനോത്സവം വന്നപ്പം ഈ സ്കൂൾ ഒരു ശോചനീയാവസ്ഥയിൽ കിടന്ന സമയത്ത് ഞങ്ങൾ കുറെ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും കൂടെ ചേർന്നിട്ടാണ് ഈ സ്കൂള് ശുദ്ധിയാക്കി നല്ല രീതിയിൽ പെയിന്റ് ചെയ്ത് 2 ബിൽഡിംഗ് നാട്ടുകാരുടെ സഹായത്തോടു കൂടി പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി നല്ല രീതിയിൽ കൊണ്ടുവരുന്ന സാഹചര്യമാണ്. കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട അധികൃതർ തന്നെ അനാസ്ഥ കാണിക്കുന്നതായാണ് ആരോപണം. എത്രയും വേഗം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മെച്ചപ്പെട്ട രീതിയിൽ സ്കൂളിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നതാണ് രക്ഷിതാക്കളുടെ ആവശ്യം. ജനം, കൊല്ലം. കുസാറ്റ് അലുമിനി അസോസിയേഷന്റെ നുണക്കഥകൾ പൊളിയുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തത് ക്ഷണിച്ചിട്ടാണെന്ന് പാക് മുൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദി. UAEയിലെ പ്രമുഖ ദിനപത്രമായ ഖലീജ് ടൈംസിലാണ് അഫ്രീദിയുടെ പ്രതികരണം ഉണ്ടായത്.
ഇന്ത്യ വിരുദ്ധത പറയുകയും ഓപ്പറേഷൻ സിന്ദൂറിനെ കളിയാക്കുകയും ചെയ്ത പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിയെയും ഉമർ ഗുല്ലിനെയും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷന്റെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് വലിയ വിവാദമായിരുന്നു. കഴിഞ്ഞ മെയ് 25-ന് ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച നൃത്ത മത്സരത്തിനിടെ ഭാരതത്തെയും സൈന്യത്തെയും പരിഹസിച്ച ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുല്ലിനും വൻ വരവേൽപ്പ് നൽകുകയായിരുന്നു. ഇത് വിവാദമായതോടെ സംഭവത്തിൽ വിശദീകരണവുമായി അലൂമിനി അസോസിയേഷൻ നേരത്തെ രംഗത്തു വന്നിരുന്നു. അതേ സ്ഥലത്ത് മറ്റൊരു പരിപാടിക്കെത്തിയ താരങ്ങൾ ക്ഷണിക്കാതെ അപ്രതീക്ഷിതമായി തങ്ങളുടെ പരിപാടിയിലേക്ക് വന്നു കയറി എന്നാണ് അസോസിയേഷൻ ഇറക്കിയ പ്രസ്താവന. പെട്ടെന്നുള്ള വരവായതിനാൽ തടയാൻ കഴിഞ്ഞില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഖലീജ് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ സംഘാടകരിൽ ചിലർ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് ഷാഹിദ് അഫ്രീദി വ്യക്തമാക്കുന്നത്. തന്നെയും ഉമർ ഗുല്ലിനെയും കണ്ടപ്പോൾ സംഘാടകർ വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നുവെന്നും അഫ്രീദി പറഞ്ഞു. പാകിസ്ഥാൻ അസോസിയേഷൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രങ്ങൾ ഇത് ശരിവയ്ക്കുന്നുണ്ട്. കേരളത്തിലെ കോളേജുകളുടെ UAE-യിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷൻ സെക്രട്ടറി ദീപു AS, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരെല്ലാം അലൂമിനി അസോസിയേഷന്റെ വിശദീകരണം വെറും നുണയായിരുന്നുവെന്ന് വ്യക്തമാക്കുകയാണ്. അതേസമയം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ പ്രവാസലോകത്തിൽ നിന്നടക്കം പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതിനു പിന്നാലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നാണ് ഇവരുടെ ആവശ്യം. ജനം, ദുബായ്. ഒട്ടനവധി വ്യത്യസ്തമായ വാർത്തകൾ നോക്കി 2 മണിക്കൂർ പുത്തൻപുലരി പിന്നിട്ട് കഴിഞ്ഞു. പുത്തൻപുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ചെറിയൊരു ഇടവേള ഉണ്ടാകും. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ലൈവ് റിപ്പോർട്ട്സിലേക്ക് പോകാം. നമസ്തേ.